സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. സൂറത്ത് അന്നിസായിലെ 71-72 വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചത്. ഖുർആൻ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇത്രമാത്രം ഖുർആനിനെ ഓരോ പദങ്ങളും വേർതിരിച്ച് പഠിച്ച ഒരു കാലഘട്ടം ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത്രമാത്രം ഖുർആനിന്റെ പഠനം ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് വിവിധ രംഗങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചതാണ്. ഏത് രാജ്യത്തു നിന്നായാലും ഖുർആനിന്റെ പഠനം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം അത് ലോകത്തിന് പഠിക്കാൻ വിട്ടുകൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് കേവലം ചില മുസ്ലിം പുരോഹിതന്മാർ മാത്രം മനസ്സിലാക്കേണ്ട ഒന്നല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഖുർആനിനെ ആരൊക്കെ പഠിക്കുകയും അത് ലോകത്തോട് പറയുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ ഈ പുരോഹിതന്മാർ ഏതെങ്കിലും വിധേന തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ ലോകത്തിന് കൊടുത്ത ഗ്രന്ഥമാണിത്, മനുഷ്യർക്ക് കൊടുത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിനെ സ്വതന്ത്രമായി ഏത് രാജ്യക്കാരനാണെങ്കിലും ഏത് പ്രദേശത്തുകാരാണെങ്കിലും അവർക്ക് പഠിക്കാൻ ഈ ഖുർആനിനെ വിട്ടുകൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ലോകം ഖുർആൻ പഠിക്കട്ടെ, എന്നിട്ട് അവർ അഭിപ്രായം പറയട്ടെ. ഇത് അതൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് പുരോഹിതന്മാരായ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് മഹാന്മാരായ ചില ആളുകൾ എഴുതി വെച്ച ചില വ്യാഖ്യാനങ്ങളുണ്ട്, അതിനപ്പുറം ഇനി ആരും പറയാനോ ചിന്തിക്കാനോ പഠിക്കാനോ പാടില്ല എന്നുള്ള ഈ വാശിയാണ് നമ്മുടെ മുസ്ലിം നാമധാരികളായ പുരോഹിതന്മാർ അനുവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, ഗീത ലോകത്ത് അന്ധവിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും മാത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമായി ലോകത്ത് അറിയപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ്. അതിൽ കുറെ മിഥ്യകൾ, കുറെ ഐതിഹ്യങ്ങൾ, കുറെ കെട്ടുകഥകൾ, കുറച്ച് ആചാരാനുഷ്ഠാനങ്ങൾ, കുറെ യുദ്ധത്തിന് സംബന്ധിക്കുന്ന കഥകൾ, ഇത് മാത്രമാണ് ഗീത എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി വിശ്വവിഖ്യാതമായ പ്രസംഗം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ പ്രസംഗം. അന്നാണ് പടിഞ്ഞാറ് ഗീതയുടെ മഹത്വം മനസ്സിലാക്കിയത്, ഗീതയുടെ ദർശനങ്ങൾ ലോകം മനസ്സിലാക്കിയത് അന്നാണ്. പടിഞ്ഞാറിന് ലോകത്തിന് മുഴുവൻ ഗീതയിലടങ്ങിയ ദർശനങ്ങളും അതിന്റെ പ്രായോഗികതയും അത് മനുഷ്യനെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിലെ വചനങ്ങളും ലോകം തിരിച്ചറിഞ്ഞത് അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടുകൂടി. അദ്ദേഹം ആചാരങ്ങൾക്കെതിരിൽ, ഐതിഹ്യങ്ങൾക്കെതിരിൽ, അനുഷ്ഠാനങ്ങൾക്കെതിരിൽ ശക്തമായി വാദിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളിൽ അഗ്രസ്ഥാനനായിരുന്നു എന്ന് നമുക്കറിയാം. ആചാരങ്ങൾക്കെതിരിൽ, അത് നിങ്ങൾക്കറിയാലോ, ഈ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ജപിച്ചുകൊണ്ടിരിക്കുന്ന, മന്ത്രം ചൊല്ലിയിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് കേരളം ഒരു ഭ്രാന്താലയാണെന്ന് പറഞ്ഞതാണ്. അവിടെ നിന്ന് എണീറ്റ് പോയി അധ്വാനിക്കാൻ സന്യാസിമാരോട്, സ്വാമിമാരോട് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അതാണ് ഗീത ഉദ്ഘോഷിക്കുന്നത് എന്ന് ആ സമൂഹത്തോട് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പൊ ലോകപ്രശസ്തമായ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗമാണ് ഗീതയ്ക്ക് ലോകത്ത് ഗീതയുടെ മഹത്വം, ഗീതയുടെ ദാർശനിക വശം, ഗീത മനുഷ്യന് ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥമാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ആ പ്രസംഗം സഹായിച്ചു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, മറ്റ് പല ഗ്രന്ഥങ്ങളും അതിന്റെ ദാർശനിക തലത്തിൽ, അതിന്റെ യഥാർത്ഥ തലത്തിൽ വായിക്കാൻ അതിലെ പണ്ഡിതന്മാർ, അതിലെ സന്യാസിമാർ തയ്യാറാകുമ്പോൾ അവരാരും തന്നെ ഈ പറഞ്ഞ ആളുകളെ കൊല്ലാനോ അതിൽ നിന്ന് തടയാനോ അതിൽ നിന്ന് അവരെ ബഹിഷ്കരിക്കാനോ തയ്യാറായിട്ടില്ല. ചില അപസ്വരങ്ങളൊക്കെ അവിടെ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് സ്വാമി വിവേകാനന്ദനെ ഒരു ഹിന്ദുവും കൊല്ലാൻ തുനിഞ്ഞിട്ടില്ല. ഡോക്ടർ രാധാകൃഷ്ണനെ ഒരു ഹിന്ദുവും കൊല്ലാൻ തുനിഞ്ഞിട്ടില്ല. ആ തലത്തിൽ വായിച്ച ഗാന്ധിജിയെ ഒരു ഹിന്ദുവും അതിന്റെ പേരിൽ കൊന്നിട്ടില്ല. മറ്റേ അദ്ദേഹത്തെ കൊല്ലപ്പെട്ടത് പിന്നെ രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു, അത് വേറെ കാര്യം.
ഗീതയെ ഈ രൂപത്തിൽ വായിക്കാൻ പറഞ്ഞതിന്റെ പേരിലല്ല ഗാന്ധിജി വരെ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആനിനെ ലോകത്തിന് വായിക്കാൻ വിട്ടുകൊടുക്കണം. അത് മുസ്ലിങ്ങളുടെ മാത്രം കുത്തക സ്വത്തായിട്ട് അല്ലെങ്കിൽ അവരുടെ മാത്രം പൈതൃക സ്വത്തായി വെക്കാൻ വേണ്ടി അവതരിപ്പിച്ച് തന്നതല്ല അള്ളാഹു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആമുഖമായിട്ട് ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഖുർആനിനെ പഠിക്കാൻ ലോകത്തിന് വിട്ടുകൊടുക്കാൻ ഈ പുരോഹിതന്മാർ തയ്യാറാകണമെന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. വേദഗ്രന്ഥങ്ങളെ ഒരു പ്രത്യേക മതത്തിന്റെയോ പ്രത്യേക പ്രദേശത്തിന്റെയോ പ്രത്യേക ജനവിഭാഗത്തിന്റേതോ ആക്കി പരിമിതപ്പെടുത്തപ്പെട്ടതാണ് വേദങ്ങളോട് അതാത് വേദത്തിന്റെ അനുയായികൾ ചെയ്ത ഏറ്റവും വലിയ തകരാറ്, ഏറ്റവും വലിയ കുറ്റം എന്നാണ് ഞാൻ പറയുന്നത്. പടിഞ്ഞാറിന്റെ വേദങ്ങൾ എന്ന് പറയപ്പെടുന്ന കുറെ വേദങ്ങളുണ്ട്. അതുപോലെ തന്നെ കിഴക്കിന്റെ മതങ്ങൾ, അതാണ് ഹിന്ദുമതത്തെ. ഹിന്ദുമതം കിഴക്കിന്റെ മതങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പൗരസ്ത്യ ദേശത്ത് പടിഞ്ഞാറ് മധ്യ പൗരസ്ത്യ ദേശത്ത് അറിയപ്പെടുന്ന സെമിറ്റിക് മതങ്ങളാണ് ഇസ്ലാമും ജൂതമതവും ക്രിസ്തുമതവും എല്ലാം. ഇങ്ങനെ പ്രാദേശികമായി മതങ്ങൾ വിഭജിക്കപ്പെട്ടത് തന്നെ ദൈവത്തിന്റെ പരിമിതിയെക്കുറിച്ചാണ് വിളിച്ചോതുന്നത്. സത്യത്തിൽ ദൈവം ഒരു പ്രദേശത്തിനോ ഒരു കാലത്തിനോ പരിമിതപ്പെട്ട ആളാകാൻ പാടില്ല. അങ്ങനെയാകുമ്പോഴാണ്, അങ്ങനെ അവതരിപ്പിച്ചപ്പോഴാണ് ആ വേദങ്ങൾ കിഴക്കിന്റെ വേദം, പടിഞ്ഞാറിന്റെ വേദം, സെമിറ്റിക് വേദങ്ങൾ എന്ന് പ്രാദേശികമായി കാലികമായി അതിന് വേർതിരിക്കപ്പെട്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ പടിഞ്ഞാറിന്റെ മതങ്ങളും പടിഞ്ഞാറിലെ അവതരിപ്പിച്ച ദൈവവും ഗ്രീക്ക്, റോമൻ പ്രാന്തപ്രദേശങ്ങളിൽ, ഒളിമ്പസ് പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിലാണ് അതിലെ സംഭവങ്ങളും അതിലെ കഥകളും അതിലെ ദൈവങ്ങളും ചുറ്റിപ്പറ്റി നടക്കണം. പടിഞ്ഞാറിന്റെ ഗ്രന്ഥങ്ങളിൽ ഇവർ അവതരിപ്പിച്ചതാണ്. അതിലെ കഥകളെടുത്താൽ, അതിലത്തെ സംഭവങ്ങൾ എടുത്താൽ അതിലെ ദൈവം ചുറ്റിപ്പറ്റി നടക്കുന്നത് ഈ പ്രദേശങ്ങളിലാണ്. എന്നാൽ കിഴക്കിന്റെ ദൈവം ഹിമാലയൻ സ്ഥാനങ്ങളിലാണ്. കിഴക്കിന്റെ ദൈവവും ആ സംഭവങ്ങളും അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ്. ഹിമാലയൻ സ്ഥാനങ്ങളിൽ ചെന്നാലാണ് ഹിന്ദുമതത്തിലെ ആളുകൾക്ക് പുണ്യം കിട്ടുന്ന പ്രദേശങ്ങളും ദൈവം കുടിയിരിക്കുന്നത് അതുമായി ചുറ്റിപ്പറ്റിയ പ്രദേശങ്ങളിലാണ്. എന്നാൽ സെമിറ്റിക് മതങ്ങൾ, ജൂത, ക്രൈസ്തവ, ഹിന്ദു മതങ്ങൾ മക്ക, ഈജിപ്ത്, ഫലസ്തീൻ ഇതുപോലെയുള്ള പ്രദേശങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അതിലെ പടച്ചവന് ഇരിക്കുന്നത്. അവിടെ ചെന്നാലാണ് ഈ പടച്ചവൻ പുണ്യം കൊടുക്കുക. അതിലെ സംഭവ വികാസങ്ങൾ മുഴുവൻ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ അള്ളാഹു അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആൾ പരിമിതപ്പെട്ടു പോവുകയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഖുർആൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യരാശിയെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതൊരു പ്രദേശത്തെയല്ല, ഒരു കാലത്തെയല്ല, ഒരു ദേശത്തെയല്ല അത് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോഴേ അത് ദൈവിക ഗ്രന്ഥം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അനേക കോടി ഗ്രഹങ്ങൾ, അനേക കോടി വസ്തുക്കൾ പ്രപഞ്ചത്തിൽ, ആ പ്രപഞ്ചത്തിൽ ഒരു സൂചി കുത്താനുള്ള സ്ഥലമാണ് മക്ക എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം. അതുപോലെ തന്നെ അനേക കോടി വർഷങ്ങൾ മനുഷ്യചരിത്രം, ആ മനുഷ്യചരിത്രത്തിൽ അനേക കോടി വർഷത്തിൽ 23 കൊല്ലം എന്ന് പറയുന്നത് ഒരു സൂചി കൊണ്ട് കുത്താൻ പോലുമുള്ള കാലഘട്ടമില്ല. അപ്പൊ ഇത്രയും അവിടെ മാത്രം ചുറ്റിപ്പറ്റി മാത്രം പറയുന്ന സംഭവ വികാസങ്ങളായി ഖുർആനിനെ തരം താഴ്ത്തുമ്പോൾ ഖുർആൻ പരിമിതപ്പെട്ടു പോവുകയാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു പൊട്ടന്റെ പിതാവ് എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അപ്പൊ ഒരു കഥയുണ്ടാക്കിയ മക്കത്തൊരു പൊട്ടനുണ്ടായിരുന്നു, അയാള് ഇന്നതേ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അത് അബൂജാഹിദ് ഞാൻ പറഞ്ഞല്ലോ, അബൂലഹബ് എന്ന് പറയുമ്പോൾ അക്രമങ്ങളുടെ ഒരു പിതാവ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സംഭവ വികാസം അവിടെ സൃഷ്ടിക്കുക, ഒരു കഥാപാത്രത്തെ അവിടെ സൃഷ്ടിക്കുക, അയാളെ ചുറ്റിപ്പറ്റി കഥയുണ്ടാക്കുക, അയാളുടെ പേരിലാണ് ഈ വചനം ഇറങ്ങിയത് എന്ന് വ്യാഖ്യാനിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ മക്കയിലെ ഒരു സംഭവമായി അതിനെ പരിമിതപ്പെടുത്തുകയും അവിടെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുകയും അയാൾക്ക് വേണ്ടിയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ കോടാനുകോടി ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യന്റെ ചിന്തയിൽ വരെ പുതുമ തോന്നാൻ, ഒരു നവീനത്വം തോന്നാൻ, ഒരു പുതുമ തോന്നാൻ പറ്റുന്ന ആശയങ്ങളുള്ള ഈ ഗ്രന്ഥത്തെ ഒരു പ്രാദേശികമായി പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കഥകൾ നനയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഖുർആനിലെ ഒരു പൊട്ടന്റെ പിതാവ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു പിതാവ്, അതിന്റെ മോഡല് എന്ന്, അതിന്റെ ഒരു റോൾ മോഡലായിട്ട് ഒരാളെ ചിത്രീകരിക്കുമ്പോൾ അത് ഒരാളെ, പിന്നെ മക്കത്തൊരാളുണ്ടായിരുന്നു,
അയാൾക്ക് പിന്നെ ഇന്നതായിരുന്നു ജോലി, അയാൾക്ക് പാതിരാക്ക് ഇന്നതായിരുന്നു ജോലി, അല്ലെങ്കിൽ അയാൾക്ക് വഴിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യലായിരുന്നു ജോലി എന്ന് പറഞ്ഞ് അതൊരു കഥാപാത്രവുമായി അതിനെ ചിത്രീകരിക്കുമ്പോൾ കോടാനുകോടി വർഷം ആദം നബി മുതൽ പറയുന്ന സന്ദേശമാണിത്. ഇനി അവസാനം വരുന്ന മനുഷ്യന്റെ ചിന്തയിൽ വരെ പുതുമ തോന്നത്തക്ക രൂപത്തിൽ അവന് വരെ അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കത്തക്ക രൂപത്തിലുള്ള ആശയങ്ങളായിരിക്കണം ഈ ഖുർആൻ പറയുന്നത്. കാരണം ഇത് ദൈവികമാണ്. അപ്പൊ ദൈവികമായ ഒരു ആശയം ആദിമ മനുഷ്യനും അവസാനമായി വരുന്ന മനുഷ്യന്റെ ചിന്തയിലും നവീനത്വവും പുതുമയും തോന്നാൻ പറ്റുന്ന ആശയങ്ങളടങ്ങുന്ന ഒരു ഗ്രന്ഥമായിരിക്കണം, ഒരു തത്വസംഹിതയായിരിക്കണം, ഒരു ദർശനമായിരിക്കണം, ദൈവികമായി പറയുന്ന ഗ്രന്ഥമാണെങ്കിൽ എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ആകത്തുക. അതാണ് ഖുർആൻ ചോദിക്കുന്നത്, അഫലായത്ത തബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഖുർആൻ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? ഖുർആൻ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. പക്ഷേ ഇവർ പറയുന്നത് ചിന്തിക്കാനേ പാടില്ല എന്നാണ്. അള്ളാഹു എന്താണോ പറഞ്ഞത് അതിനപ്പുറം ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു തന്നെ പറയണതിലും യഹറു അലൈഹ സുമ്മം റമ്യാന, നിങ്ങൾ ചെകിട് പൊട്ടനോ അന്ധനോ ആയി ദൈവിക വചനത്തിൽ വീഴരുത്, അതിന് വഴിപ്പെടരുത് എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് വരെ അവകാശവാദമില്ലാത്ത ഒരു അവകാശവാദമാണ് നമ്മുടെ പുരോഹിതന്മാർ ഈ ഖുർആനിന്റെ പേരിൽ വെച്ചുകെട്ടുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തദബ്ബറ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ആസൂത്രണം ചെയ്യുക, പദ്ധതി തയ്യാറാക്കുക എന്നൊക്കെയാണ് ആ വചനത്തിന്റെ ആ പദത്തിന്റെ അർത്ഥം. ഖുർആനിൽ പറഞ്ഞല്ലോ വൽ മുദബ്ബിറാത്തി അംറ എന്ന് സൂറത്ത് വന്നാസിയാത്തി വർക്ക എന്ന് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞു. വന്നാസിയാത്തി വർക്ക വന്നാശിത്താത്തി നസ്ത എന്ന് പറയുന്ന അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ പറഞ്ഞു 95-4 വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ ആലോചിക്കുകയും നിയന്ത്രിക്കുകയും പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് വിശദീകരിച്ചുകൊണ്ട് 95-ാം വചനത്തിൽ പറഞ്ഞു. അപ്പൊ തദബ്ബുർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി ഈ വാക്കിനെ എന്ത് ചെയ്യുന്നു? ഇവർ സ്വമേധയാ ഈ വാക്കിനെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ അട്ടിമറിക്കുന്നു. അപ്പൊ ദബറ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് തദബ്ബറ എന്നുള്ള പദം ഉണ്ടാകുന്നത്. ശരിക്കും അതിന്റെ റൂട്ട് ആണ്, ദബറ എന്നാണ്. അപ്പൊ സജദീന്ന് അല്ലെങ്കിൽ കത്തലീന്ന് കത്തല എന്ന് പറയും പോലെ, സജദ എന്ന് പറയുന്നത് സജ്ജത എന്ന് പറയും പോലെ, റക്കിബ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് റക്കബ എന്നൊക്കെ പറയും പോലെ പല വകയിലുണ്ടാകും. അത് ഭാഷ വിശദീകരിക്കുമ്പോൾ പറയേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ദബറ എന്ന് പറയുന്നതാണ് അതിന്റെ റൂട്ട്. അതിന്റെ അർത്ഥം ചിന്തിക്കുക, പദ്ധതി തയ്യാറാക്കുക, ആസൂത്രണം ചെയ്യുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. പക്ഷേ ഇവരെന്ത് ചെയ്തു? ചിലയിടത്ത് ഇതിന് ആളുകളുടെ മൂഡ് എന്നർത്ഥം വെച്ചു, ആളുകളുടെ ചന്തി എന്ന അർത്ഥം വെച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞ അദ്ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അവന്റെ ചിന്തകളാണ്, അവന്റെ പദ്ധതികളാണ്, അവന്റെ ആസൂത്രണങ്ങളാണ്. അപ്പോൾ ഈ പദത്തിനെ ഖുർആനിനെ അതാണ് ഖുർആനിനെ കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെ ഇത് വെച്ചപ്പോൾ എന്ത് ചെയ്തു? വല്ലവല അദ്ബാരിഹി എന്ന് പറഞ്ഞാൽ അവരേതൊന്നാണോ പദ്ധതിയും ആസൂത്രണവും ചിന്തിക്കുകയും ചെയ്തത് അതിന്റെ പിന്നാലെയാണ് അവർ പിന്തിരിഞ്ഞു പോയത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വല്ലവല അദ്ബാരിഹി ഖൗമിൽ കാഫിരീൻ എന്ന് പറഞ്ഞു. നിഷേധികളായ ആളുകൾ എന്ത് ആസൂത്രണവും എന്ത് പദ്ധതിയും ഇടുന്നുവോ അതിനെ മുഴുവൻ, ആ പദ്ധതിയെ മുഴുവൻ വിച്ഛേദിച്ചു കളയാൻ, അതിനെ മുഴുവൻ അറുത്ത് കളയാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ദാതുറൽ ഖൗം, അല്ലാതെ അവരുടെ മൂട് മുറിച്ച് അവരുടെ ചന്തി മുറിച്ച് കളയാനല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? ഒരു വചനം എത്തിയപ്പോ ഇവിടെയൊക്കെ അങ്ങ് ഏകദേശം അവർ പറഞ്ഞാലും മലക്കുകൾ മനുഷ്യരെ മുഖത്തും ബാക്കിലും അടിക്കുമെന്ന് ഇവരെ എഴുതി വെച്ചു. അപ്പൊ മനുഷ്യനിത് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്തപ്പം മലക്കുകൾ ആളുകളെ ചന്തിക്ക് വന്നതല്ല, മുഖത്ത് വന്നതല്ല. ഇത് ആളുകൾക്ക് ഇതാണ് ഖുർആൻ. എന്നിട്ട് അതിനൊരു സംഭവം ഉണ്ടാക്കും അവിടെ. പിന്നെ ഇന്ന മക്കത്തൊരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചപ്പോ നിലവിളിക്കായിരുന്നു. അപ്പൊ നബി വന്ന് പറഞ്ഞു അയാളെ ചന്തിക്കും മുഖത്ത് നല്ല അടി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു സംഭവം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഞാൻ പറയുന്ന അവതരണ കാരണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവർ എഴുതി വെച്ചതിനേക്കാൾ യുക്തിസഹമായ അവതരണ കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരാം. ഇനി അവതരണ കാരണങ്ങൾ എന്ന് പറയുന്നത് തന്നെ 200-ൽ താഴെ ആയത്തുകൾക്കേ ഉള്ളൂ ഖുർആനിൽ. അവതരണ കാരണങ്ങൾ ഞാൻ ചോദിച്ചു, സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ ആയത്തിന്റെ അവതരണ കാരണം എന്താ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നുള്ളതിന്റെ അവതരണ കാരണം എന്താ? എഴുതിയിട്ടില്ല. അങ്ങനെ തൊട്ടടുത്ത് ഒരു നിരവധി വചനങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ കുറേ വചനങ്ങൾക്ക് ശേഷമാണ് ഒരു അവതരണ കാരണം വരുന്നത്.
ആകെ ഖുർആൻ എണ്ണിയാൽ 200-ൽ താഴെ വചനങ്ങൾക്ക് അവതരണ കാരണങ്ങളുള്ളൂ. ബാക്കി ഖുർആനിലെ ഒരു വചനത്തിനും അവതരണ കാരണങ്ങളില്ല. അപ്പൊ ഇങ്ങനെ ഖുർആനിലെ വചനങ്ങളെ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാം. നേരെ മറിച്ച് അവിടെ കൈഫ ഇത് തതവഫാഹുമുൽ മലായികത്തു, മാലാകമാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി പ്രതിഫലം കൊടുക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയുണ്ടാവും എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. കൈഫ എങ്ങനെയുണ്ടാവും? ഇത് തതവഫാഹുമുൽ മലായികത്തു, വഫാ യുവഫി ഔഫാ യുവഫി എന്നൊക്കെ പറഞ്ഞാൽ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. ഔഫു ബിൽ ഉഹൂദ്, കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക. അതിന്റെ മൂലാക്ഷരങ്ങൾ വാവ് എന്നാണ്, വഫാനാണ്. വഫ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നാണ്. അതിനെ ഇവർ മരിപ്പിക്കുക എന്ന അർത്ഥം കൊടുത്തു. ഖുർആനിൽ മരിപ്പിക്കുക എന്നുള്ള അർത്ഥമില്ല. വഫ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി കൊടുക്കുക, പൂർണ്ണമായി കൊടുക്കുക എന്ന. അതിലെ തവഫ എന്നുള്ളത് തഫഅല വസൽക്ക് വന്നപ്പോൾ തവഫ. വകൈഫ ഇത് തവഫാഹുമുൽ മലായികത്തു, മാലാകമാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും അവസ്ഥ എന്നിട്ടാണ് പറയുന്നത്. ഏത് വേളയിലാണ് അത് കൊടുക്കുക? എല്ലരിപ്പൂന അവർക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ട് എന്തൊക്കെ അതുപാറുഹും അവർ എന്തൊക്കെയാണ് ഇതുവരെ ഇട്ടിരുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നും ഉജൂഹവും അവരുടെ വീക്ഷണങ്ങളും അവരുടെ ചിന്തകളും എന്തൊക്കെയായിരുന്നു എന്നും ഇതുവരെയുള്ള ഇതൊക്കെ വിവരിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും അവസ്ഥ എന്ന. ഇപ്പൊ ഖുർആനിൽ വജഹ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എവിടെ മുഖം എന്നുള്ള ഈ ഫേസിന് എവിടെ അർത്ഥം? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് ഒരിക്കൽ, ഫഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന് പറഞ്ഞാൽ ഈ മുഖമല്ല. യുരീദൂന വജ്ഹഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖം ഉദ്ദേശിച്ചു പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖമല്ല. വയബ്ഖാ വജ്ഹു റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മുഖം മാത്രം ബാക്കിയാവുന്ന പറഞ്ഞാൽ കൈയും കാലും ബാക്കിയുള്ള ബോഡിയൊക്കെ നശിക്കുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ ലോകത്ത് അവശേഷിക്കുക ദൈവികമായ വീക്ഷണവും അതുമാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അഖിം വജ്ഹക ലിദ്ദീനി എന്ന് പറഞ്ഞു, മതത്തിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുഖമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇന്നീ വജ്ഹത്തു വജീഹിലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, എന്റെ മുഖത്ത് ഞാൻ ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച രക്ഷിതാവിലേക്ക് എന്റെ മുഖത്ത് ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന ഈ മുഖമല്ല. അള്ളാഹു ഇല്ലാത്ത ഒരു സ്ഥലം വേണ്ടേ നമ്മുടെ മുഖം തിരിക്കാൻ? ഞാനിപ്പോ നിങ്ങൾ എന്റെ മുന്നിലാകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, കാരണം നിങ്ങൾ എന്റെ ബാക്കിലില്ലാത്തത് കൊണ്ട്. ആ സൃഷ്ടാവില്ലാത്ത ഏത് ഭാഗമാണ് ലോകത്തുള്ളത്? അവിടെയൊക്കെ തന്റെ ചിന്തയാണ്, തന്റെ മനസ്സാണ്, തന്റെ വീക്ഷണങ്ങൾ മുഴുവൻ, എന്റെ ചിന്ത മുഴുവൻ എന്റെ സൃഷ്ടാവിലേക്കാണ്, വേറെ ഒന്നിലേക്കുമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവന്റെ വ്യൂ മുഴുവൻ സീമാഹും ഈ ഉജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ നിസ്കാരത്തഴമ്പുണ്ടാവുന്നല്ല, അവരുടെ ചിന്തകളിൽ മുഴുവൻ ദൈവികമായ വീക്ഷണങ്ങളുടെ ലക്ഷണം അവരുടെ ചിന്തകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും വ്യൂല് മുഴുവൻ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മുഴുവൻ ദൈവമായിരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു സ്ഥലത്തും ഈ ഫിസിക്കലായ ഈ ശാരീരികമായ മുഖം എന്ന അർത്ഥമില്ല. പിന്നെ എന്താണ് ഇവര് മലക്കുകൾ മുഖത്തിന് തല്ലും എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞത് എവരിപ്പൂന്ന് പറഞ്ഞാൽ തന്നെ തല്ലലല്ല. ഇവരൊരു ലേഖനം കണ്ടു, ഭാര്യയെ തല്ലാമോ? റബ്ബക്ക് തല്ലാന്നില്ല അർത്ഥം തന്നെയല്ല. റബ്ബക്ക് വളരെ പിലഹും, നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഒരു മനുഷ്യന്റെ ചിന്തയെ തട്ടി ഉണർത്തുക, മനുഷ്യന്റെ ചിന്തയെ സ്ട്രൈക്ക് ചെയ്യുക, തട്ടി ഉണർത്തുക, അതാണ് ലറബ എന്ന് പറഞ്ഞാൽ. അതാണ് വളരെ പിലഹും. ഇപ്പൊ നമ്മൾ ഈ സമരങ്ങൾ നടത്തും, ഹർത്താലുകൾ നടത്തും, അതിന് ഇളറാബ് എന്ന അറബിയിൽ പറയാം. സ്ട്രൈക്ക്, എതിർ പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ തീരുമാനങ്ങളെയും അവരുടെ അഭിപ്രായങ്ങളെയും തട്ടി ഉണർത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നാണ് ഇളറാബ് എന്ന് പറഞ്ഞാൽ. അതാണ് സ്ട്രൈക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അറബി സ്ട്രൈക്കിന് ഇളറാബ് എന്നാ പറയാം. അറബി ഭാഷ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കാം, സ്ട്രൈക്കിന് എന്താ പറയാം? ഇളറാബ് എന്നാ പറയാം. ഇനി നമ്മൾ ഭാഷ കൂടി, നിങ്ങൾ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ ലറബക്ക് തല്യ എന്നോ കൊല്യ എന്നോ വെട്ടുക എന്നോ അർത്ഥമില്ല. മനുഷ്യത്തിന് വിവരിച്ചു കൊടുക്കുക, മനുഷ്യ ചിന്തയെ തട്ടി ഉണർത്തുക, ഇതാണ് ലറബ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം. അതാണ് വളരെ വിലഹും മസലൻ അസ്ഹാബുൽ ഖറിയത്തി എന്നൊക്കെ പറഞ്ഞത്. അവിടെ ഈ ഭാര്യമാരെ തല്ലുക എന്ന് പറഞ്ഞ സ്ഥലത്തും ഭാര്യമാരല്ല, അവരെ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളെ അവരുടെ ചിന്തയെ തട്ടി ഉണർത്താനാണ്. എന്നിട്ടും അവരെ ശരിയാകുന്നില്ലെങ്കിൽ അവരെ അവരുടെ പാട്ടിന് നമ്മൾ സംരക്ഷണം ഏറ്റെടുത്ത ആ ദുർബല ജനവിഭാഗത്തെ അവരുടെ വീട്ടിൽ കൊണ്ടേയാക്കിയിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന വേറെ വിഭാഗത്തെ കൊണ്ടുവരാനാണ് പറയുന്നത്. ചില സമൂഹത്തെ എത്ര സംസ്കാരം പഠിപ്പിച്ചാലും നേരാകാത്ത ഉണ്ടാവും.
നമ്മൾ കൊണ്ടുവന്ന് അവരെ സംസ്കാരം പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവന്ന് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഈ നിക്കാഹുകളെ ഒരു വേള അവരെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ചിന്തയെ തട്ടിയുണർത്താനുള്ള വഴികൾ നോക്കുകയും എന്നിട്ടും അവർ ശരിയാകുന്നില്ലെങ്കിൽ പ്രൊഫറ്റുറുന്ന അവരെ ഏതൊരു സ്ഥലത്തിനാണോ അവിടേക്ക് അവരെ അവരെ പലായനം നടത്തുക, അവർ ഏതൊരു ആശയത്തിലായിരുന്നോ ഇതുവരെ അവിടേക്ക് തന്നെ അവിടെ വിടുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഭാര്യയില്ല അവിടെ പറ്റലുമില്ല. അങ്ങനെയാണ് ഞാൻ അന്ന് നിന്നാലും നിങ്ങളോട് സൂചിപ്പിച്ചില്ല. അങ്ങനെയാണ് ഈ ഭർത്താവിനും കൊടുക്കട്ടെ മുതലാളി. ഈ അനുസരണക്കേട് ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കാലോ. ഈ തെറ്റായ വഴിയിൽ പോകുക എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല, തെറ്റായ വഴിയിൽ പുരുഷന്മാരും പോകുമല്ലോ രാത്രി തപ്പാന് അയലോക്കത്തൊക്കെ വേറെ എവിടെയെങ്കിലൊക്കെ. അപ്പൊ ഈ പുരുഷന്മാരിൽ നിന്ന് ഭയന്ന മൂപ്പരേതായാലും ക്ഷീണിച്ചു വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചായ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഏതായാലും അയലോക്കത്ത് തപ്പാൻ പോയതല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ പുരുഷനെ തല്ലാനും പറയണം, പുരുഷനും ശിക്ഷ പറയണം. ഖുർആൻ അങ്ങനെ ഈ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. അത് ആ തരത്തിലേക്ക് എത്തിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഖുർആനിൽ അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസം അതാണ് സൃഷ്ടാവിന്റെ വാക്കുകൾ പരിമിതപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞപ്പോ പ്രദേശങ്ങൾക്കോ കാലങ്ങൾക്കോ ദേശങ്ങൾക്കോ പരിമിതപ്പെടാത്ത വചനങ്ങളായിരിക്കണം ഇതിൽ. അങ്ങനെ പരിമിതപ്പെട്ട ഈ ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യാണത്. ദൈവം ആകാശത്ത് നിന്ന് ഇറങ്ങി വരാന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹ് ഇല്ലാന്നാണ് അതിന്റെ അർത്ഥം. ഭൂമിയിൽ പിന്നെ അള്ളാഹു ഇല്ലാന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് ഇറങ്ങി വരാനും കയറിപ്പോകാനും എന്താ? ഇവരങ്ങനെയാണ്. അള്ളാഹു ഇറങ്ങി വരുന്ന അള്ളാഹു, കയറിപ്പോണ അള്ളാഹു. ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അള്ളാഹു പോയി എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രദേശത്ത് അള്ളാഹു ഇല്ലാന്നാണ് അതിന്റെ അർത്ഥം. അത് ഞാൻ ഇവിടെ വന്നത് ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു. ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്രയാണ്. അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള യാത്രയാണ്. അനീതിയിൽ നിന്ന് നീതിയിലേക്കുള്ള യാത്രയാണ്. ഇതൊക്കെയാണ്. അസംസ്കൃതിയിൽ നിന്ന് സംസ്കൃതിയിലേക്കുള്ള യാത്രയാണ്. ആ നാഗരികതയിൽ നിന്ന് നാഗരികതയിലേക്കുള്ള യാത്രയാണ്. ഇതൊക്കെയാണ് ഖുർആൻ പറഞ്ഞ ഹിജ്റ. അല്ലാതെ തിരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോക്കല്ല. അത് ആ തലത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഖുർആൻ അങ്ങനെ പരിമിതപ്പെടാനേ പാടില്ല. ഞാൻ ദൈവത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പോകുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് പോകുകയാണ് ഞാനെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അക്രമത്തിൽ നിന്ന് ക്രമത്തിലേക്ക് പോകുകയാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പോകുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ നിരവധി. അത് നിങ്ങൾ വിശദീകരിച്ചാൽ മതി. എന്റെ ചിന്ത വളരെ പരിമിതപ്പെട്ടതാണ്. അത് നിങ്ങളുടെ ബുദ്ധിയിലേക്ക് കിട്ടുമ്പോൾ ഇനിയും അതിനെ വികസിപ്പിക്കാൻ കഴിയും. അതാണ് ദൈവത്തിലേക്ക്. ഇനി മുഹാജിറുന്നില്ലാഹേ, ഞാൻ ദൈവത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. സൃഷ്ടാവ് പരിമിതപ്പെടാനേ പാടില്ല. നമ്മൾ അല്ലാഹുവിന്റെ മഹത്വം ഇവിടെ ഉയർത്തി കാണിക്കാൻ പലരും പറയുന്ന ദൈവത്തെ നിഷേധിക്കുകയാണ്. ദൈവത്തിനെ മഹത്വപ്പെടുത്തുക നമ്മൾ ചെയ്യുന്നത്. അത് ഈ ലോകം തിരിച്ചറിയാനിട്ടാണ്. ദൈവത്തിന് കളങ്കമില്ലാത്ത ഉന്നതനായ ഒരു സൃഷ്ടാവാക്കി അവതരിപ്പിക്കുക സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് ഈ സമൂഹത്തിന് തിരിച്ചറിയുന്നില്ല. ഇവർ പറയുന്നത് സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയണമെന്നാ. നമ്മളതല്ല പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ല പറയുന്നത്. നിങ്ങളുടെ കർമ്മത്തിലൂടെ ദൈവത്തെ പരിശുദ്ധപ്പെടുത്തൂ എന്നാ പറയുന്നത്. കർമ്മത്തിലൂടെ ദൈവത്തെ പരിശുദ്ധപ്പെടുത്തൂ. വാക്ക് ഉരുവിട്ടുകൊണ്ടല്ല. നിങ്ങളിൽ ഒരാള് നിങ്ങളുടെ ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ സത്യമേ പറയുന്നുള്ളൂ. അപ്പൊ ആളുകൾ അന്വേഷിക്കും, എന്താ നിങ്ങൾ സത്യം പറയും? സത്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത്. അതോ അത് ഞാൻ എൻ്റെ സൃഷ്ടാവിന്റെ കൽപ്പന. ആ സൃഷ്ടാവാണെങ്കിൽ എനിക്കും വേണമല്ലോ. അവരാവശ്യപ്പെടും, നിങ്ങൾ ഒരിക്കലും എന്നോട് അനീതി കാണിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണത്? അത് ഞാൻ എൻ്റെ റബ്ബിന്റെ കൽപ്പനയെ പാലിച്ചുകൊണ്ടാണ്. എന്നാൽ ആ റബ്ബ് എനിക്ക് വേണം. അപ്പോഴാണ് ഈ മനുഷ്യർ ഈ സമൂഹത്തിൽ ഈ റബ്ബ് ഉന്നതനാകുന്നത്. അപ്പോഴേ ഈ റബ്ബ് ഉന്നതനാവുള്ളൂ. മറ്റത് ഞാൻ 1000 അല്ല 10,000 അല്ല തസ്ബീഹ് ചൊല്ലി സുബ്ഹാനല്ലാഹ് ചൊല്ലി ഇരുന്നിട്ട് സമൂഹത്തോട് മുഴുവൻ അനീതിയും അക്രമവും അതുപോലെ തന്നെ ചൂഷണങ്ങളും പിടിച്ചു പറയും മുഴുവൻ അങ്ങനത്തെ എന്തൊക്കെ തെറ്റുകളുണ്ടോ അത് മുഴുവൻ കൈമുതലാക്കി നടക്കുന്ന ഞാനാവുമ്പോൾ ആ സൃഷ്ടാവാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാന്നാ ലോകം തീരുമാനിക്കാം. ആ സൃഷ്ടാവാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. നേരെ മറിച്ച് നിങ്ങളുടെ സഹജീവി ആരോ ആകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഏത് മതസ്ഥനാകട്ടെ, ആ മനുഷ്യനോട് നിങ്ങൾക്ക് നീതിയാണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ സൃഷ്ടാവിനെ ഇത്ര മഹാനാണെങ്കിൽ ആ സൃഷ്ടാവ് എനിക്കും വേണമല്ലോ.
കാരണം എന്നോട് നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു സൃഷ്ടാവിന്റെ കൽപ്പനയെ പാലിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് ആ രൂപത്തിൽ പെരുമാറുന്നതെങ്കിൽ ആ സൃഷ്ടാവിനെ എനിക്ക് വേണമെന്ന് ആ നിങ്ങളുടെ സഹജീവിയായ ആ മനുഷ്യൻ തീരുമാനിക്കും. ആ മനുഷ്യന്റെ ചിന്തയിൽ ഈ ദൈവം, ഈ സൃഷ്ടാവ്, ഈ അള്ളാഹു ഉന്നതനായി മാറും. അങ്ങനെയാണ് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുക. അങ്ങനെയാണ് സൃഷ്ടാവ് മഹാനാകേണ്ടത്. അത് അങ്ങനെ ചിന്തിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതാണ് ഖുർആൻ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഖുർആൻ ചിന്തിച്ചാൽ ഇത് ഒരു ഖുർആനോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം കൊണ്ട് പറയണമെന്നല്ല. പലപ്പോഴും ആളുകൾ പറയും മൂപ്പരെ ഖുർആനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ട് പറയുന്നല്ലത്. ഇത് മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഇതേ കണ്ടിട്ടുള്ളൂ. മറ്റത് ആത്മീയ തലത്തിൽ മനുഷ്യനെ അത്യുന്നതയിൽ കൊണ്ടുപോകുന്ന പല ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത്. രജനീഷിന്റെ ഈ ഓഷോന്റെ തിയറികളൊക്കെ ഏകദേശം ആത്മീയ തലത്തിൽ മനുഷ്യനെ അങ്ങേയറ്റം. പക്ഷെ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾ കൂടി പരിഹാരം കണ്ടുകൊണ്ട് നിർദ്ദേശിക്കുന്ന ലേറ്റസ്റ്റ് ആയ ഏറ്റവും പുതിയ ഒരു എഡിഷൻ ഈ ഖുർആൻ തന്നെയാണ്. മറ്റ് ഗീതയിലൊക്കെ തത്വസംഹിതകൾ ഒരുപാടുണ്ട്, ഇല്ലാന്നല്ല. അത് നല്ലതാണെങ്കിൽ അതിന്റെ ആ വക്താക്കൾ അത് നടപ്പിലാക്കേണ്ടെന്നില്ല അഭിപ്രായം നമുക്കില്ല. പക്ഷെ നല്ലതായിരിക്കണം, അത് സമൂഹത്തിന് ഗുണകരമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷെ ഈ ഖുർആനിനെ ഇന്ന് നിലവിലുള്ള ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ട് ഇവർ പറയാം ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവരികയും ചെയ്യുന്ന. എങ്ങനത്തെ ഒന്നാണ് കൊണ്ടുവരുന്ന പറയുന്നത്? ഈ കെട്ടുകഥകളോ, ഈ ഐതിഹ്യങ്ങളോ, ഈ മിത്തുകളോ? ഞാൻ പറഞ്ഞു, ബുദ്ധിയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവരണമെങ്കിൽ അത്രയും തരം താഴണം. ഈ കെട്ടുകഥകൾ, ഈ മുത്തശ്ശിക്കഥകൾ, ഈ ഐതിഹ്യങ്ങൾ, പിന്നെ കുളിക്കലും തിരുമ്പലും, പിന്നെ കക്കൂസിപ്പോക്കും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവര് നിങ്ങൾ ഐതിഹ്യത്തിനെന്ന് പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കണ്ടായി, അള്ളാഹുവും റസൂലും മോമിനുകളും മാത്രമേ മിത്രമാക്കാൻ പാടുള്ളൂ. വെട്ടലും മറ്റതൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് കുറെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു വൽ മുഅ്മിനൂനല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സക്കാത്ത വഹും റാക്കിഊൻ എന്ന് സൂറത്ത് അൻ-നിസായിൽ പറയുന്നുണ്ടല്ലോ. ബാക്കിയുള്ള ആളുകളാരെയും സുഹൃത്തുക്കളാക്കണ്ടെന്ന്. ബാക്കിയുള്ള ആളുകളാരും സുഹൃത്തുക്കളാക്കട്ടെ ലോകത്ത്. അപ്പൊ മനുഷ്യ ബന്ധങ്ങൾ തന്നെ വിച്ഛേദിക്കുന്ന രൂപത്തിലാണല്ലോ ഖുർആൻ സംസാരിക്കുന്നത് എന്ന് സൂചിപ്പിക്കേണ്ടായി. അത് ഒന്നാമത് അത് ആ രൂപത്തിൽ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ച മാനദണ്ഡം തന്നെ തെറ്റിപ്പോയി. അതാണ് അതിനുള്ള ഒരു കാരണം. ബാത്റൂമിൽ ഇടത് കാലൂന്നി വലത് കാലിൽ ഇരിക്കുന്ന മുസ്ലിമും യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നവൻ അമുസ്ലിമും, താടി വെക്കുന്നവൻ മുസ്ലിമും മീശ പഠിക്കുന്നവൻ മുസ്ലിമും താടി പഠിക്കുന്നവൻ അമുസ്ലിമും, ഇങ്ങനെ ഈ രൂപത്തിൽ മുസ്ലിമിനെയും ചില ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങൾ, മക്കത്തേക്ക് പോകുന്നവൻ മുസ്ലിമും ഗുരുവായൂർക്ക് പോകുന്നവൻ അമുസ്ലിമും, ഇവിടെ കല്ലെറിയുന്നവൻ അമുസ്ലിമും അവിടെ പോയി കല്ലെറിയുന്നവൻ മുസ്ലിമും, ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളിലും വേഷഭൂഷാദികളിലും മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചപ്പോഴാണ് ഈ ആയത്ത് സംശയിക്കാനുള്ള ഒരു കാരണം. അതാണ്. അപ്പോൾ എന്താണ്, ഇവിടെ കച്ചവടങ്ങൾ ചെയ്യുന്നത് മുഴുവൻ അമുസ്ലിങ്ങളുമായി പങ്കുചേർന്നുകൊണ്ടാണ് പല ആളുകളും. അവരൊക്കെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഖുർആൻ പറയുന്നത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വൽ മുഅ്മിനൂനല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സക്കാത്ത വഹും റാക്കിഊൻ എന്ന് ഖുർആനും പറയും. അപ്പൊ ഈ രൂപത്തിൽ ഖുർആനിനെ കണ്ടപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. ശരിയായ ഖുർആൻ പറയുന്ന ആ മുസ്ലിമിനെയും ആ അമുസ്ലിമിനെയും, ഖുർആൻ പറയുന്ന മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചാൽ ഖുർആൻ പറയുന്ന കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെടും. അപ്പോഴേ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റൊന്നല്ല, ഇന്ന് ചില ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചു. പിന്നെ വേഷങ്ങൾ കൊണ്ട് മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചു. ഇവൻ മുസ്ലിം, അതായത് മക്കത്തേക്ക് പോകുന്ന ആള് മുസ്ലിമും, അവിടെ പോയി ഒരു കെട്ടിടത്തെ വലയം ചെയ്യുന്നവൻ മുസ്ലിമും, അവിടെ പോയി കല്ലെറിയുന്നവൻ മുസ്ലിമും, അവിടെ പോയി പോത്തിനറക്കുന്നവൻ മുസ്ലിമും, ഇവിടെ ഇതൊക്കെ ചെയ്ത അവൻ കാഫിറും. പ്രത്യേകമായ ശാരീരികമായ ചില വേഷങ്ങൾ കെട്ടുന്നവൻ മുസ്ലിമും ആ വേഷം കെട്ടാത്തവൻ അമുസ്ലിമും. ഇങ്ങനെ വന്നപ്പോൾ അവരുമായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ സുഹൃത്തുക്കളാക്കുന്നു,
അതുപോലെ തന്നെ സുഹൃത്തുക്കളായി കച്ചവടങ്ങൾ ചെയ്യുന്നു, പങ്കു കച്ചവടങ്ങൾ ചെയ്യുന്നു, കമ്പനികളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവർ സുഹൃത്തുക്കളാക്കുന്നു. അങ്ങനെ ഈ വചനവും പൊരുത്തപ്പെടാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, മൂല്യങ്ങളിൽ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുമ്പോൾ, യഥാർത്ഥ ഒരു സത്യം പറയുന്നവനും ഒരു ചതിയനും ഒരു സത്യസന്ധനും എങ്ങനെ സുഹൃത്താക്കാൻ പറ്റും? ഒരു ഉദാഹരണം പറയും. കൂട്ട് കച്ചവടത്തിന് വരെ പറ്റൂല. വേദങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉത്ബോധിപ്പിക്കുന്നത് മൂല്യങ്ങളാണ്, അടിസ്ഥാന തത്വങ്ങളാണ് വേദങ്ങൾ പറയുന്നത്, ഖുർആൻ പറയുന്നത്. ഇപ്പോൾ ഒരു അസത്യം പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ചതിക്കുന്ന ഒരാൾ, വഞ്ചിക്കുന്ന ഒരാൾ, ഈ ഒരാളും ഇതല്ലാത്ത ഒരാളും എങ്ങനെ സുഹൃത്തുക്കളാക്കും? ഒരു കച്ചവടത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിൽ എങ്ങനെ സുഹൃത്തുക്കളാക്കും? നമ്മൾ തന്നെ പറയല്ലോ, ഒരു കച്ചവടം നടക്കുമ്പോൾ അയാളെ പങ്കാളികളാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അയാളെ കൂട്ടാൻ പറ്റില്ല. കാരണം അയാൾ എപ്പോഴാണ് പിന്നിൽ നിന്ന് കുത്തുക എന്നോ തന്നെ വഞ്ചിച്ചു പോവുക എന്നോ അറിയില്ല. നേരെ മറിച്ച് നിസ്വാർത്ഥരായ ആളുകൾ, ഈ മൂന്നാളുകൾ മാത്രമേ ലോകത്തുള്ളൂ. ഒന്ന് അള്ളാഹു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത, തന്റെ സൃഷ്ടികളിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സൃഷ്ടികളുടെ നന്മ മാത്രം ഉദ്ദേശിക്കുന്ന ഒരു ശക്തി അള്ളാഹുവേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ദൂതന്മാരേ ഉള്ളൂ. ദൂതന്മാർ തങ്ങളുടെ സമൂഹത്തോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ച് നിങ്ങളിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടുന്നില്ല. മാ അസ്അലുക്കും മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് എന്ന് ദൂതന്മാർ എല്ലാ സമൂഹത്തോടും പറയുന്നുണ്ട്. അപ്പോ താൻ ഈ ഉപകാരം ചെയ്യുമ്പോൾ, തന്റെ സഹോദരന് താൻ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ തിരിച്ച് അവനിൽ നിന്ന് എന്തെങ്കിലും ചൂഷണം ചെയ്യണമെന്ന മനസ്ഥിതിയില്ലാത്ത ആളുകൾ ഒന്ന് സൃഷ്ടാവേ ഉള്ളൂ. സൃഷ്ടാവ് ഒന്നും ആവശ്യപ്പെടുന്നില്ല തിരിച്ച്. ഈ ചെയ്ത ലോകത്ത് കോടാനുകോടി അനുഗ്രഹങ്ങൾ മുഴുവൻ ചെയ്ത ഈ സൃഷ്ടാവ്, ഈ സൃഷ്ടികളിൽ നിന്ന് ഞാൻ നിങ്ങളിൽ നിന്നും മിൻ റിസ്കിൻ, ഖുർആൻ പറയണ്ടേ, ഒരു റിസ്ക്കും ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ഞാൻ നസ്അലുക്കും മിൻ റിസ്കിൻ, ഒരു റിസ്ക്കും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, എനിക്കൊന്നും ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങളുടെ തന്നെ നന്മക്കാണ്. അപ്പൊ തിരിച്ചു ഒരു പ്രതിഫലവും, തിരിച്ചു ഒരു നന്ദി വാക്കോ, തിരിച്ചെന്തെങ്കിലും ഇത് അവന് ചെയ്തു കൊടുക്കുമ്പോൾ അവനിൽ നിന്ന് തനിക്കെന്തെങ്കിലും സ്വാർത്ഥമായ എന്തെങ്കിലും അവനിൽ നിന്ന് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ ഒന്ന് അള്ളാഹുവേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അവന്റെ ഈ സന്ദേശം ലോകത്തോട് പറയുന്ന ദൂതന്മാരാണ്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന ദൂതന്മാരൊക്കെ പ്രഖ്യാപിച്ചത്, മാ അസ്അലുക്കും മിൻ അജ്രിൻ, ഞാൻ ഒരു കൂലിയും ചോദിക്കുന്നില്ല. അപ്പൊ നിസ്വാർത്ഥമായ സേവനം, സമൂഹത്തോട് നന്മ, അത് എന്ത് തന്നെ ആയാലും ശരി, അവർ എന്ത് തന്നെ ചെയ്താലും ശരി, അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് തന്റെ സൃഷ്ടാവിന്റെ വിധിയാണ് എന്ന് വിചാരിച്ച് അതിൽ അവര് സമാധാനമടിയും. ഇന്നത്തെ വിധിവിശ്വാസമല്ല കേട്ടോ. ഇന്നത്തെ വിധിവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കണം, അടി കിട്ടിയെന്ന് പറഞ്ഞാൽ അത് എന്റെ റബ്ബ് വിധിച്ച വിധിയാണ്, അത് റബ്ബിന്റെ വിധിയല്ല. അല്ലെങ്കിൽ എനിക്കെന്താ ലോട്ടറി കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്താ എനിക്കൊരു 10,000 രൂപ കിട്ടാത്തത്, ഇതല്ല. കാര്യകാരണങ്ങൾ, ബന്ധങ്ങൾക്ക് ഇന്നത് എന്ന വിധി അവിടെ വിശ്വാസി സമാധാനമടയും. അവൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം തന്റെ സൃഷ്ടാവിൽ നിന്നാണ് കിട്ടുക, അതിന്റെ ഫലം എന്നാണ് അവന്റെ വിശ്വാസം. ഒരു വെള്ളം 100 ഡിഗ്രി ചൂടായാൽ അത് തിളക്കും എന്ന് അവനറിയാം, അത് അതിന്റെ കാര്യകാരണമാണ്. അവൻ അന്തം വിട്ടിരിക്കൂല, എന്താ ഇപ്പൊ വെള്ളം തിളക്കുന്നത്, അതതിന്റെ സ്വാഭാവികതയാണെന്ന് ഒരു വിശ്വാസിക്ക് തിരിച്ചറിയാൻ കഴിയും. അതാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ സമൂഹത്തിൽ നിന്ന് എന്ത് തിക്തഫലങ്ങൾ, താൻ ചെയ്യുന്ന നന്മകൾക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടായാലും അവര് അതുകൊണ്ട് ബേജാറാവുകയില്ല. തിരിച്ച് തന്റെ സമൂഹത്തിൽ നിന്ന് തനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കിട്ടണമെന്ന് അവർ ആവശ്യപ്പെടുകയോ അവകാശപ്പെടുകയോ ചെയ്യുകയില്ല. അപ്പൊ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ആളുകളാണ്, നിഷ്കളങ്കരായ ആളുകളാണ് സുഹൃത്തുക്കളാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഖുർആൻ പറയുന്നത്. അവര് ഒരു ഉമ്മ, ഞാൻ ആരോടോ പറഞ്ഞു, ഒരു മാതാവ് കുട്ടിക്ക് പാല് കൊടുക്കുകയാണെങ്കിൽ വരെ അവിടെ ഒരു ചെറിയ സ്വാർത്ഥതയുണ്ട്. കാരണം ഇവൻ വളർന്നു വലുതായിട്ട് അവൻ്റെയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ നോക്കുമെന്നാണ്. അതാണ് നിസ്വാർത്ഥമായി മൂമിനുകളും. മൂമിനുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മളെപ്പോലുള്ള മൂമിനല്ല പറയുന്നത്. ലോകത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, അതിന്റെ ഗുണഫലം എല്ലാവരും അനുഭവിക്കുമ്പോൾ അതിലൊരു
അനുഭവിക്കുന്ന ഒരാളും ഇയാളായി മാറുക എന്നല്ലാതെ ഇത് അവർക്ക് കൊടുത്തോണ്ട് അതിന്റെ ഇരട്ടി ഒരു പുരോഹിതൻ നമ്മുടെ കീശയിലേക്കാണ് നോക്കുന്നത്, ഒരു ഡോക്ടർ രോഗിയുടെ കീശയിലേക്കാണ് നോക്കുന്നത്, ഒരു വക്കീല് നോക്കുന്നത് ഈ കേസ് കൊണ്ട് വന്ന ആള് എത്രമാത്രം ഇയാളുടെ സാമ്പത്തിക പിൻബലമുണ്ടെന്ന് അയാൾ നോക്കണത്. അപ്പൊ ലോകത്ത് ചെയ്തു കൊടുക്കുന്നതൊക്കെ തന്റെ സഹജീവികൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഏതെങ്കിലും നിലക്ക് അതിന്റെ ഇരട്ടിയോ അതിന് നാലിരട്ടിയോ ആയി അവരിൽ നിന്ന് എന്ത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന ആളുകളെ വലിയാക്കാൻ പറ്റൂല എന്നാ ഖുർആൻ പറഞ്ഞത്. അതിലെന്താ തെറ്റ്? അതിൽ തെറ്റുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ആശയപരമായി ഒരു 1-ാം ക്ലാസ്സുകാരന് ഒരു കോളേജിൽ പഠിക്കുന്ന വൈജ്ഞാനിക രംഗത്ത് സുഹൃത്താക്കാൻ പറ്റില്ല. അത് 1-ാം ക്ലാസ്സിലെ കുട്ടി, ആ 1-ാം ക്ലാസ്സിലെ കുട്ടി തന്നെ. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാവരും സുഹൃത്തുക്കളല്ല. 40 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും സുഹൃത്തുക്കളാണ്. കാരണം ഇവന്റെ ചിന്തയെയും ഇവനെ വഞ്ചിക്കൂലാന്നും ചതിക്കൂലാന്നും തോന്നുന്ന 2-3 ആളുകളെ സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളൂ. അതൊരു ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അവർ സഹപാഠികളായിരിക്കും, പക്ഷെ സുഹൃത്തുക്കളാവൂല. അപ്പോ സുഹൃത്ത് എന്ന് പറയുമ്പോൾ തന്റെ ഒരു മിത്രമായി കാണാൻ പറ്റുന്നത് ഇവരേ ഉള്ളൂ. കാരണം അവർ നിസ്വാർത്ഥരാണ്. അത് ഒന്ന് അള്ളാഹു, പിന്നെ ഒന്ന് ദൂതൻ, പിന്നെ ഒന്ന് ആ സ്ഥാനത്ത് നിൽക്കുന്ന മുഅ്മിനുകൾ. ഇതിൽ തെറ്റുണ്ടോന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾ ബാക്കി ഇതിന്റെ വിശാലമായ അർത്ഥം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ഇന്ന് നമ്മൾ ഈ സുഹൃത്തുക്കാരെന്ന് പറയുമ്പോൾ ഇന്ന് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ടോ വേഷഭൂഷാദികളിലുള്ള വൈവിധ്യങ്ങൾ കൊണ്ടോ മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചപ്പോ അവരെ കച്ചവടം വേണ്ടില്ലാന്ന് തീരുമാനിച്ചു. അതാണ് ഒരു മകന്. ഇനിയിപ്പോ മക്കളെയോ പിതാക്കളെയോ മിത്രമായി കണ്ടുകൂടാന്നല്ല, അവർ മോമിനുകളാണെങ്കിൽ കാണാം. കാരണം അവർ ഈ പിതാവ് മകന് എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ തന്നെ നന്മക്കാകട്ടെ, അവന് കിട്ടുന്ന നന്മയുടെ ഫലം തനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ വേണമെന്നില്ല. അങ്ങനെ കാണുന്ന മൂമിന് വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മക്കളോ ആകാണെങ്കിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ആ തലത്തിലേക്ക് മൂമിനായി വരണം എന്നാ പറയുന്നത്. മൂമിൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മൂമിനല്ല കേട്ടോ. ഇന്നത്തെ താടി കണ്ടോ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ ആയിട്ടല്ല. സത്യം, നീതി, ധർമ്മം, ന്യായം, തന്റെ സഹജീവിക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആ തരത്തിലുള്ള മൂമിന ഞാൻ പറയുന്നത്. അതാണ് മൂമിൻ. അമ്ന് കൊടുക്കുന്നവൻ അവനാണ് മൂമിൻ. തന്റെ സുഹൃത്തിന്, തന്റെ സഹജീവിക്ക് സുരക്ഷ കൊടുക്കുന്നവൻ അവനാണ് മുസ്ലിം. ആ തലത്തിലുള്ള മൂമിനെയും മുസ്ലിമിനെയാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യങ്ങളിലുള്ള മുസ്ലിമും അമുസ്ലിമും വേർതിരിച്ചപ്പോഴാണ് സുഹൃത്തുക്കൾ ആകരുത്, മിത്രമായി കാണരുത്, അവനെ കൂട്ടായി കാണരുത് എന്ന് പറയുമ്പോൾ അതാണല്ലോ നിങ്ങൾ വേദക്കാരിൽ നിന്നും ഈ ആശയത്തെ നിഷേധിക്കുന്നവരെയും നിങ്ങൾ ഔലിയാക്കളാക്കരുത് എന്ന് അതേ സൂറത്ത് നിസായി മായിദയിൽ പറയുന്നത്. നിങ്ങൾ മിനല്ലദീന ഊത്തുൽ കിതാബ, എല്ലാവരും അല്ല, വേദം നൽകപ്പെട്ടവരിൽ നിന്നും വല്ലദീന കഫറു, ഈ ആശയത്തെ നിഷേധിക്കുന്ന സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഇത്തഹദുഹ ഹുസുവൻ, അവരിതിനെ പരിഹാസ്യമാക്കിയിട്ടുണ്ട്, വലൈബൻ, ഒരു നേരം പോക്കാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്ന് പറയുന്നത്. നീതിയെക്കുറിച്ച് കാര്യമായി പറയുമ്പോൾ അവനത് തമാശ. അവന്റെ ജീവിതത്തിൽ നീതിയൊന്നും പ്രശ്നമല്ല. അത് നമ്മളുണ്ടാവും. നമ്മൾ 2 ആളുകൾ വർക്ക് ചെയ്യുമ്പോണ്ടാവും. ഒരാള് ആ സ്ഥാപനത്തിൽ തന്റെ സ്ഥാപന ഉടമയെ വഞ്ചിക്കാതിരിക്കാനും ചതിക്കാതിരിക്കാനും അനീതി കാണിക്കാതിരിക്കാനുള്ള സീരിയസ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റവൻ ചിന്തിക്കുന്നത് എങ്ങനെ ഉടമയെ വഞ്ചിക്കാനാ, എങ്ങനെ ഈ ഉടമയെ ഭാരവെക്കാനാ, ആ ഉടമയുടെ സ്വത്ത് എങ്ങനെ അന്യായമായി കൈക്കലാക്കാനാ ചിന്തിക്കുന്നത്. അങ്ങനത്തെ ആളെ എങ്ങനെ മിത്രാക്കാനാ നിങ്ങൾ പറയുന്നത്? പക്ഷെ ഇന്ന് ഊത്തുൽ കിതാബാന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ദൂത ക്രിസ്ത്യാനികൾ എന്ന് പോയി. നമ്മളും ഊത്തുൽ കിതാബാണ്, നമ്മളും ഈ വേദം നൽകപ്പെട്ടവരാണ്, നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയ വേദാണ്. നമ്മളും മിനല്ലദീന ഊത്തുൽ കിതാബാണ്, മുസ്ലിങ്ങളും. വെറും നമുക്ക് ഊത്തുൽ കിതാബാന്ന് പറയുമ്പോൾ അതിന് അപ്പൊ ജൂത ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഒരു കൗമിയത്ത്, ഒരു വിഭാഗീയത, ഒരു സമൂഹമായി അവരെ വേർതിരിക്കുമ്പോഴാണ് അവരെ ഔലിയാക്കളാക്കരുത് എന്ന് പറയുമ്പോഴാണ് ഇത് മനസ്സിലാകായിക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഒരു സുന്നി എന്ന് പറഞ്ഞാണ് വേർതിരിക്കാം, അല്ലെങ്കിൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കാം, എന്നിട്ട് അവരെ സുഹൃത്തുക്കളാക്കരുത് എന്ന് പറയാം. അല്ലെങ്കിൽ ജൂതന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ വേർതിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാം, അല്ലെങ്കിൽ അല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗത്തെ വേർതിരിക്കാം, എന്നിട്ട് അവരെ മിത്രങ്ങളാക്കരുത് എന്ന് പറയുമ്പോഴാണ് ഈ ആശയം മനസ്സിലാക്കായിക. നേരെ മറിച്ച് നിങ്ങളുടെ ദീനിനെ
ഇത്തഹദൂഹ അവരതിനെ ആക്കിയിരിക്കുന്നു ഹുസുവൻ, ലൈബം ഹുസുവൻ, തമാശയും നേരം പോക്കുമാക്കി. സീരിയസ് ആയ കാര്യങ്ങൾ നമ്മൾ പറയാം, സത്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് പറയാം, ഉന്നതമായ ആശയങ്ങൾ പറയാം, അത് ജീവിതത്തിൽ പകർത്തേണ്ടതിനെ കുറിച്ച് പറയാം. അപ്പൊ അത് പരിഹാസ്യമാക്കിയെടുക്കുക. സത്യം പറയണമെന്ന് പറയുമ്പോൾ പിന്നെ സത്യമല്ലേ പറയാം, സത്യം പറയേണ്ടതൊന്നും നേരാവില്ല. അനീതി കാണിക്കരുതെന്ന് പറയാം, അപ്പൊ അതിന് തമാശ. പിന്നെ അനീതിയല്ലേ, എന്താപ്പോ നീതിയല്ലേ, നീതി കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ ഉന്നതമായ ആശയങ്ങൾ ചർച്ച ചെയ്യുകയോ അത് സമൂഹത്തിൽ നടപ്പിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ട്, അത് കാര്യഗൗരവത്തിൽ എടുക്കാതെ അതിനെ നേരം പോക്കും പരിഹാസ്യവുമാക്കി എടുക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. കാരണം അവർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തും. കാരണം ഒരു സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ തന്നെ കാരണക്കാരാവും. ചിലപ്പോൾ അവനായിരിക്കും അതിന് മുഴുവൻ പാര വെച്ച് മുഴുവൻ തകർത്ത് കളഞ്ഞിട്ടുണ്ടാകാതിരിക്കാം. പക്ഷെ നിങ്ങൾ അവന്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ പോലും അതിന് കാരണക്കാരായി മാറും. അവിടെ നടന്ന ഒരു അഴിമതിക്ക്, അവിടെ നടന്ന ഒരു അക്രമത്തിന്, അവിടെ നടന്ന ഏതെങ്കിലും നിലക്കുള്ള ക്രമരഹിതമായ ഒരു പ്രവർത്തനത്തിന് നിങ്ങൾ പോലും അതിന് ഉത്തരവാദിയായി മാറും. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കിയാൽ എന്താ അതിന് കുഴപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് എന്താ വലിയ കുഴപ്പം. ആളുകൾക്ക് ഇപ്പൊ ഇതൊക്കെയാണ്, ഇത് ഖുർആനിൽ ഇങ്ങനെയല്ലേ, എന്ത് ഖുർആനാണ് ഈ പറയുന്നതെന്നാണ് ഇങ്ങനെ പറയും. നിങ്ങൾ എന്താ ഇതിലുള്ളതെന്ന് എനിക്ക് ഖുർആൻ ഈ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഖുർആന് വേർതിരിച്ചപ്പോഴാണ്, മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിച്ചപ്പോഴാണ്, വേഷഭൂഷാദികൾ കൊണ്ട് വേർതിരിച്ചപ്പോഴാണ്. താടി വെച്ചോനും മീശ പഠിച്ചോനും മുസ്ലിമും, താടി മുഴുവൻ പഠിച്ചു കളഞ്ഞ് മീശൊക്കെ പഠിച്ചു കളഞ്ഞ കാഫർ. ഈ രൂപത്തിൽ കാഫറിനെയും മുസ്ലിമിനെയും വേർതിരിച്ചു. ഇസ്രയേലിൽ ജനിച്ചവൻ ജൂതൻ, മക്കത്ത് ജനിച്ചവൻ മുസ്ലിം. മക്കത്ത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ തന്നെ മുസ്ലിം പേരിട്ടുള്ള എത്ര ജൂത ക്രിസ്ത്യാനികളുണ്ട് എന്നത്. പല അറബികളിൽ ഭാര്യമാരും ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ അവരുടെ മക്കൾ നമുക്കറിയാനില്ല. ഒരു വിഭാഗീയത കൊണ്ട് ഒരു കൗമിയത്ത് എന്നതിന് അറബി പറയാം. ഒരു സമൂഹത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് വേർതിരിക്കാൻ പാടില്ല. കർമ്മം കൊണ്ടാണ് ആളെ, അവന്റെ ആശയം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമാണ് ഖുർആൻ മനുഷ്യനെ വേർതിരിക്കുന്നത്. അവിടേക്ക് മാറാതെ നിവൃത്തിയേയില്ല. ഞാൻ ഖുർആൻ സുന്നിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലവനാണെന്നല്ല ഇതിന്റെ അർത്ഥം. എന്റെ കർമ്മമാണ് എന്നെ ഖുർആനിയാണോ മുസ്ലിമാണോ മോമിനാണോ എന്ന് വേർതിരിക്കേണ്ടത്. ഞാൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽപ്പെട്ട ആളാണ്, ഞാൻ നല്ലതാണ്. ഇവൻ സുന്നിയാണ്, അയാൾ പോക്ക്. അത് മുജാഹിദാണ്, അത് പോക്ക്. അത് ക്രിസ്ത്യാനിയാണ്, ഓന്റെ പേര് ജോസഫ് എന്നാണ്, അയാൾ പോക്ക്. അതല്ല, ഒരാളുടെ അറിവും അയാളുടെ കർമ്മവും ദൈവത്തോടുള്ള അവന്റെ സമീപനവുമാണ് അവനെ മുസ്ലിമോ അമുസ്ലിമോ നല്ലവനോ ചീത്തയോ എന്ന് വേർതിരിക്കേണ്ടത്. അവിടേക്ക് എത്താതെ ലോകത്തിന് രക്ഷയില്ല. അങ്ങനെ നിങ്ങൾ നോക്കി, അങ്ങനത്തെ ഞാനാങ്ങളെ ചതിക്കണമെങ്കിൽ ഞാൻ പിന്നെ ശരിയല്ലാണ്, മുസ്ലിം അല്ലാണ്, മോമിനല്ലാന്നാണ്. അങ്ങനെ നിങ്ങൾ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ആളെ വേർതിരിക്കാൻ നോക്കി. അല്ലാതെ തല കീഴ്പിട്ടാക്കി നിൽക്കണവന് മുസ്ലിം, തല കീഴ്പിട്ടാക്കാത്തവൻ കാഫർ. അതാണ് കൂട്ടായി കുമ്പിടുന്നവൻ മുസ്ലിം, കൂട്ടായി കുമ്പിടാത്തവൻ കാഫർ. കൂട്ടായി മുഖം കഴുകുന്നവൻ മുസ്ലിം, കൂട്ടായിട്ട് ഒതുണ്ടാക്കാത്തവൻ കാഫർ. അങ്ങനെയല്ല, കൂട്ടായി മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്യുന്നവൻ മുസ്ലിം. അങ്ങനെ വേർതിരിക്കും. സംഘമായിട്ട് സമൂഹത്തിന് നന്മ, നിസ്വാർത്ഥമായിട്ട് അതിന്റെ ഗുണഫലം സമൂഹത്തിന് ഒന്നിച്ച് കിട്ടുമ്പോൾ അതിൽ നമ്മളും ആ ഗുണഫലം അനുഭവിക്കുന്ന ആളുകളായി മാറും. ഒരു സമൂഹത്തിൽ നന്മ വ്യാപിക്കാണ്. അപ്പോൾ ആ നന്മ വ്യാപിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളിൽ ചെയ്യുന്ന ആളും ആയി മാറുന്നത് സ്വാഭാവികം. അത് ഇവന് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പൊ ഇനി ഞാൻ തിരിച്ചു വരാം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ? കൽബ് എന്ന് പറഞ്ഞാൽ ഇതല്ല ഓപ്പറേഷൻ. അപ്പൊ നെറ്റിലേത്തെ കണ്ടു ഓപ്പറേഷന് കടത്തിയിട്ട് വരാതെ ഓപ്പറേഷൻ ആദ്യത്തെ തെളിവ് മുഹമ്മദ് നബിനെ തന്നെ. കുട്ടിയാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത് പച്ചവെള്ളം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും ഐസ് കൊണ്ടൊക്കെ നെഞ്ഞ് കീറി ഓപ്പറേഷൻ ചെയ്യുന്നത് ഹൃദയ വിശാലതയാണ്. ഹൃദയം വിശാലാക്കിയെന്നാണ്. അപ്പൊ ഈ സംഭവം ഒക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയട്ടെ, ഈ പദാർത്ഥ തലത്തിൽ ഖുർആനെ വായിച്ചു. അതാണ് ഖുർആനോട് ചെയ്ത ഏറ്റവും വലിയ വഴി എന്ന് പറയുമ്പോൾ നടന്നു പോണ വഴിയെന്ന് കണ്ടു. ഇവർ ഖുർആനിൽ പറഞ്ഞ സെബീൽ എന്ന് പറഞ്ഞ ആശയതലാണ്. ഏതാ നടന്നു പോണ വഴി? ഖുർആനിൽ ഞാൻ കണ്ടിട്ടില്ല. ഖൽബ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ചിന്തയാണ്.
അല്ലാതെ ഈ പറയുന്ന രക്തധമനിയല്ല. അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് ബ്ലോക്ക് നീക്കാനാ പറയാം. അവരുടെ ഹൃദയത്തിൽ പൂത്തുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഡോക്ടർക്ക് പറഞ്ഞിട്ട് ബ്ലോക്ക് നീക്കാനാ പറയാം. ഇത് ഈ ഖുർആൻ കൊണ്ട് ബ്ലോക്ക് നീക്കേണ്ടത് അവന്റെ ചിന്തയാണ്, അവന്റെ ആത്മീയമായ തലാണത്. ഖുർആൻ കൊണ്ട് ബ്ലോക്ക് നീക്കുന്നത് അതാണ്. മറ്റേ ബ്ലോക്കാണെങ്കിൽ ഈ രക്തം, അതാണല്ലോ ഖുർആൻ പറഞ്ഞത് പൊക്കത്തെ സകത്ത് പുരൂപുക്കുമാന്ന് പറഞ്ഞല്ലോ. ഇലല്ലാഹി പൊക്കത്തെ സകത്ത് പുരൂപുക്കുമാ. എന്തിനാ തൗബ ചെയ്യാൻ പറയാൻ, പക്ഷാതപിക്കാൻ പറയണമെങ്കിൽ ഈ ഹൃദയം ആ ഹൃദയം എന്താണെന്നറിയ ഉറപ്പല്ലേ. അവരുടെ രക്ഷിതാവിലേക്ക് തിരിച്ചു വരട്ടെ. കാരണം പൊക്കത്തെ സകത്ത് പുരൂപുക്കുമാ, അവരുടെ മനസ്സുകൾ പിഴച്ചിരിക്കുന്നു, അവരുടെ വഴി തെറ്റിയിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾക്ക്. നേരെ മറിച്ച് ഈ രക്തസംക്രമണം നടക്കുന്ന ഈ നെഞ്ഞിനെ കുറിച്ചാണെങ്കിൽ ആ ബ്ലോക്ക് തീർക്കാൻ ഡോക്ടറേറ്റ് പോകാനാ പറയാം, തൗബ ചെയ്യാനല്ല പറയാം. അപ്പൊ ഖുർആനിൽ പറഞ്ഞ കുലൂബുകൾ മുഴുവൻ, ഖുർആനിൽ പറഞ്ഞ വുജൂഹുകൾ മുഴുവൻ, ഖുർആനിൽ പറഞ്ഞ യദ് മുഴുവൻ, ഖുർആനിൽ പറഞ്ഞ റുഊസ് മുഴുവൻ, ഖുർആനിൽ പറഞ്ഞ സമൂഹ മുഴുവൻ ഇതല്ല. പിന്നെങ്ങനെ ഖുർആനിൽ പറഞ്ഞ ദുബർ ഇതാകുക, ഖുർആനിൽ പറഞ്ഞ രുചിലെങ്ങനെ ഇതാകുക, ഖുർആനിൽ പറഞ്ഞ ബത്തലിന്റെ പള്ള അത് പള്ളയല്ല. അവിടേക്ക് അത് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടില്ല. ഇവരെന്താണോ തേനീക്കളുടെ പള്ളയെന്നും കാലികളുടെ പള്ളയെന്നും നല്ല പാല് വരുന്നിട്ട് അത് കുടിച്ചോളി ആയത്തരം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് ഒരുപാട് വിശദീകരിക്കേണ്ട പദം. അപ്പൊ ബത്തൽ എന്ന് പറഞ്ഞാൽ ഈ പള്ളയല്ലാതെ ഇവർ ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇവരിൽ തന്നെ പറയുന്നുണ്ട്. ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനം ലോകത്തോട് പറഞ്ഞ ആളുകൾ എന്നാണ് ബാത്തിനിയാക്കൾ എന്നാണ്. ലോകത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ബാത്തിനിയാക്കളും ലാഹിരിയാക്കളുണ്ട്, അല്ലാതെ പള്ളന്റെ ആൾക്കാരെന്നല്ല. ലാഹിരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വചനത്തിന്റെ ബാഹ്യമായി കിട്ടുന്ന അർത്ഥം എടുക്കുന്ന ആളുകൾ, അതാണ് ലാഹിരിയാക്കൾ. അതിന്റെ ലാഹിരിൽ തന്നെ കിട്ടുന്നത്, പ്രകടമായി തന്നെ ആ വചനത്തിൽ നിന്ന് കിട്ടുന്ന ആശയം എടുത്താൽ മതി, അതിന്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിപ്പോണ്ടാണ് വാദിച്ച ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ബാത്തിനിയാക്കളുണ്ട്, അതിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ ഉള്ളുകളിൽ ആ വചനത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വിജ്ഞാനങ്ങൾ വരെ പുറത്തെടുത്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് ബാത്തിനിയാക്കൾ. അല്ലാതെ ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞാൽ പത്തിരിന്റെ ആൾക്കാർ, പള്ളന്റെ ആൾക്കാരെന്നല്ല. അപ്പൊ ചരിത്രത്തിൽ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. ബത്തൽ എന്ന് പറഞ്ഞ ഹിഡനായി കിടക്കുന്ന, വളരെ ഒളിഞ്ഞു കിടക്കുന്ന വിജ്ഞാനങ്ങൾ. അപ്പൊ മനുഷ്യ ചിന്തയിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില വിജ്ഞാനങ്ങളുണ്ട്. ആ വിജ്ഞാനങ്ങൾ അവർ കാലികളാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം അവൻ ആ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുണ്ടാവും. അവനിരിക്കില്ല. അതാണ് വൈന്നലക്കുമ്പിൽ അജ്ഞാനില ഇബറത്ത് എന്ന് പറയുന്നത്. ആ കാലികൾ മനുഷ്യർ തന്നെയാണ്. അവർ ഈ അൽകിതാബിനോട് അടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. അവർ ഈ വേദത്തോട് അടുത്തിട്ടില്ല. വേദത്തോട് അടുക്കാത്ത ആളുകളെ ഖുർആൻ കാലികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരിൽ തന്നെ ചില വിജ്ഞാനങ്ങൾ, അതാണ് അവരുടെ പുത്തൂനുകളിൽ, അവരുടെ ഉള്ളിൽ ചില വിജ്ഞാനങ്ങൾ, ചില കൂട്ടുകൾ, ചില പരിപൂർണമായ ഖാലിസല്ലി ശാരിബി എന്നാ പറയുന്നത്. ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് കലർപ്പില്ലാത്ത സത്യങ്ങൾ, ചില സത്യങ്ങൾ അവരിലും ഉണ്ടാവും. അത് നിങ്ങൾ ശിക്കായത്ത് ചെയ്യണം, അത് നിങ്ങൾ കുടിക്കണമെന്നാണ്. അത് ആ രംഗത്ത് അവരുടെ ഇബറത്തും ആ രംഗത്ത് അവർ എക്സ്പേർട്ടായിരിക്കുമെന്നാണ് ആ പറയുന്നത്. അതുപോലെയാണ് മുസ്ലിം തന്നെ ആകണമെന്നില്ല, ഈ അൽകിതാബിൽ തന്നെ എത്തണമെന്നില്ല. ഈ അൽകിതാബിൽ എത്താത്ത തന്റെ ഫീൽഡിൽ എക്സ്പേർട്ടായ ചില ആളുകളുണ്ടാവും. അവരുടെ ചില വിജ്ഞാനങ്ങൾ ലോകത്ത് ദമോ ഫർക്കോ ഉണ്ടാവുമ്പോൾ, രക്തസ്വരിച്ചിലുകളോ സമൂഹത്തിൽ ചിത്രതയോ ഉണ്ടാവുമ്പോൾ അവരുടെ വിജ്ഞാനങ്ങളെ നിങ്ങൾ എടുക്കണം, സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. അത് കുറച്ച് ഇടങ്ങേറാണ്, അത് മനസ്സിലാക്കി. ഇവരെന്താണെന്ന് രക്തത്തിന്റെ ചാണകത്തിന്റെ ഇടയിൽ കൂടി പാല് വരും ചില കാലികൾ, അതിന് ചില ഗുണപാഠങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ പത്രമെന്നാണ് വയറെന്നല്ല, അവരിൽ ചില ഒളിഞ്ഞിരിക്കുന്ന വിജ്ഞാനങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പറഞ്ഞതൊന്നും ഈ ഫിസിക്കലി അല്ല. തേനീച്ചാണോ അത് തേനീച്ചന്നെയാണോന്ന് ആദ്യം സംസാരിച്ചിട്ട് വേണം ആയിട്ട് പറയാം. അതിപ്പോ അവിടെ ഇരിക്കട്ടെ. അവിടെ ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് ഒരു ഷറാബ് പുറത്തു വരുന്നുണ്ട്. ഒരു വഹി കൊടുക്കുന്നതാ. തേനീച്ചക്ക് വഹി കൊടുക്കുന്ന അവരുടെ വയറ്റിൽ നിന്ന് അവർക്ക് വഹി കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളറകളിൽ നിന്ന് ചില വിജ്ഞാനങ്ങൾ വരും. അത് മനുഷ്യർക്ക് ഷറാബാണ്, അവർക്ക് കുടിക്കാനുള്ള വിജ്ഞാനമാണത്. അത് ഫീഹി ശിഫാഉല്ലിന്നാസ്, മാനവരാശിക്ക് അതിൽ ഔഷധമുണ്ട്. അതാണ് ഷിഫാഉല്ലിമാ ഫിൽ ഖുദൂർ, മനസ്സിലാണ് ഷിഫ. ലോകത്തിന് ജ്ഞാനം കിട്ടുന്ന അണ്ടർസ്റ്റാൻഡബിൾ ആയ, അതാണ് ഇപ്പൊ ഉഷിരിബൂക്കി കുലൂബി എന്നാണ്, കൽബിൽക്കാണ് കൂടി മനസ്സിലായിട്ട്.
ഒരു ഫിസിക്കലി അല്ല, രോഗം എന്ന് പറഞ്ഞാൽ ശാരീരികമല്ല. അങ്ങനെയാണ് ഈ ഡോക്ടറെ കാണാനാ പറയാ. അത് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയണം, ഈ കുരൂതിയും മറവൻ ഇത് ആത്മീയ ഗ്രന്ഥല്ലേ? ഇതൊരു ആത്മീയ ഗ്രന്ഥമാണ്, ഒരു ദാർശനിക ഗ്രന്ഥമാണ്. ഇത് ആൾക്കാരുടെ മെഡിക്കൽ സയൻസ് പറയാനുള്ളതല്ല, ഇത് മെഡിസിൻ പറയാനുള്ളതല്ല. മനുഷ്യനെ ആത്മീയ രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് ലോകത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള ഉന്നതമായ വിജ്ഞാനങ്ങൾ പറയുന്ന ഗ്രന്ഥമാണിത്. ഇത് ആ തലത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഏത് പറഞ്ഞാൽ നിങ്ങൾ ഈ കയ്യായിട്ട് കാണരുത്. അപ്പോഴാണ് ഒലൂരി ഈ കയ്യല്ലേ എന്ന് തോന്നുന്നത്. കൈ പെരടിയിട്ട് കെട്ടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവർത്തനത്തിൽ നിന്ന് പ്രവർത്തന രംഗത്ത് നിന്ന് വിമുഖരാകരുതെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ പെരടിക്ക് രണ്ട് കൈയും കെട്ടി നടക്കരുതെന്നല്ല. അബൂലഹബിന്റെ കൈകൾ നശിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നീതിയെക്കുറിച്ച്, ശരിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ജ്ഞാനം വന്നു ഈ ഖുർആൻ അവതരിപ്പിച്ചപ്പോ. അപ്പൊ സ്വാർത്ഥകരും ചൂഷകരും അക്രമികളുമായ ആളുകളുടെ അധികാരവും സ്വാധീനവും സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതാണ് പറഞ്ഞതിന്റെ. അല്ലാതെ പോലെ കയ്യിൽ വാദം വന്നു എന്നല്ല. എന്താ ഈ സമൂഹത്തിന് മനസ്സിലാകാത്തത്? അല്ലാതെ അബൂലഹബിന്റെ രണ്ട് കയ്യിന് വാദം പിടിച്ച് തളർന്നു എന്നല്ല. ശരിയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധം വന്നു, നീതിയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധം വന്നു, സത്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധം വന്നു. എന്താണ് ധർമ്മമെന്ന് ജനങ്ങൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ ബോധം വന്നു. ബോധം വന്നപ്പോൾ ചൂഷകരും അക്രമികളും സ്വാർത്ഥകരും സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്നവരുമായ ആളുകളുടെ അവരുടെ സ്വാധീനവും പിന്തുണയും സമൂഹത്തിന് നഷ്ടപ്പെട്ടു. ഇതാണ് ആ പറഞ്ഞത്. നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടത്തുമെന്ന നിങ്ങൾക്ക് തന്നെ വിനാശകരമായ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ തുൽക്കു വൈദിക്കും വിലത്തഹരുക്ക, നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടുന്ന നിങ്ങൾക്ക് തന്നെ വിനാശകരമായ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത് എന്നാണ്. അല്ലാതെ ഈ കൈ കൊണ്ടുപോയി അടുപ്പിലിടരുത് എന്നല്ല. ഈ കൈ കൊണ്ടുപോയിട്ട് അടുപ്പിൽ കൊണ്ടുപോയിടരുത് എന്നല്ല. അതാണ് എവിടെ അള്ളാന്റെ കൈ നിങ്ങളുടെ കൈയിന്റെ മുകളിലാണെന്ന നിങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ ശക്തിയും എത്രമാത്രം ഉണ്ടോ? നിസ്സാരനായ മനുഷ്യനാണ് നിങ്ങൾ. പക്ഷേ ദൈവം അള്ളാഹു അവന്റെ ശക്തി എത്രമാത്രമാണ് അത് നിങ്ങൾക്കൊക്കെ എത്രയോ ഉപരിയാണ്. അത് നിങ്ങൾക്ക് അറിയില്ല. ഒപ്പം നിങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാന്റെ ശക്തി എങ്ങനെ ഉന്നതാകാം. അപ്പൊ നിങ്ങള് വിചിത്രമായ ഒരു വസ്തു, ആ രണ്ട് കൈയുള്ള ഒരു വസ്തുവായിട്ട് കാണുമ്പോഴാണ് അതിപ്പോ എന്താ അള്ളേനാണ് വിചിത്രം. അള്ളാഹിനെ കുറിച്ച് ഓർക്കാമെന്ന വിചിത്രമായ ഒരു വസ്തുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കാന്ന സമൂഹം മനസ്സിലാക്കിയത്. അള്ളാഹുവിന്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അള്ളാഹിനെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി തന്നെയാണ് മാഷെ, അള്ള ഭയങ്കര സംഗതി തന്നെയാണ്. അത്രമാത്രം ഉന്നതമായ ശക്തിയായി ലോകത്ത് അള്ളാഹു വിരാജിക്കും. അത് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് കുറച്ച്. എന്നാൽ അള്ളാഹുവിന്റെ ശക്തി എത്രമാത്രം, അതാണ് യദുല്ലാഹി ഫൗക ഐദീക്കും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൈ നിങ്ങളുടെ കൈയിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ എവിടെ യതിന് ഈ കൈ, പക്ഷെ ഒന്നുണ്ടാക്കുമ്പോൾ അത് കൈ തന്നെ. അതാണ് നമ്മളെ കൗന്ന്. അവിടെയൊക്കെ ശരിയാ. ആ സപ്തമത്തിൽ ഐദീക്ക, നിന്റെ കൈ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ കൈയല്ല. ലഹറൽ ഫസാദ് ബരിവൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാ, മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി ഭൂമിയിൽ ആ കരയിലും കടലിലും ഫസാദ് വെളിപ്പെട്ടു എന്ന കൈയാണെന്ന് ആരും പറയുന്നില്ല. ഈ കൈ കൊണ്ട് പ്രവർത്തിച്ചാൽ എത്ര ഫസാദ് ഉണ്ടാക്കാൻ കഴിയും? മറിച്ച് മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനാണത് ആ ഏതെന്ന് പറഞ്ഞത്. അവൻ എന്തൊക്കെ സ്വാധീനമുണ്ടോ, ശക്തിയുണ്ടോ, കഴിവുകളുണ്ടോ, പ്രവർത്തന ശേഷിയുണ്ടോ, ഇതുകൊണ്ടൊക്കെ രാജ്യത്ത് ഈ പ്രപഞ്ചത്തിൽ ആകെ നാശം വിതറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ കൈയോട് പ്രവർത്തിച്ചതല്ല. അതന്നെ പറയല്ലോ, ലോകം അവന്റെ കൈപ്പിടിയിലാണെന്ന് പറയും മലയാളത്തിൽ. ലോകം ഇന്ന് മനുഷ്യന്റെ കൈപ്പിടിയിലാണെന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്തിന് എനിക്ക് ഈ കൈയിലൊരു പിടിക്കാൻ പറ്റുന്നു. ഈ തിരൂരങ്ങാടി മൂപ്പന്റെ കയ്യിലാണെന്ന്, ആ ഭരണം അയാളുടെ കയ്യിലാണെന്ന് എന്ന് പറഞ്ഞത് അയാളുടെ സ്വാധീന ശക്തി, അയാളുടെ അധികാര ശക്തി, അയാളുടെ പ്രവർത്തന ശേഷി. അപ്പൊ ഞാൻ അഫല എവിടെ പറഞ്ഞത് ഖുർആൻ എന്താ നിങ്ങൾ ഖുർആനെ കൊണ്ട് ചിന്തിക്കാത്തത്? അല പുരൂപിൻ അസഫാലുഹ, അതല്ല നിങ്ങളുടെ കൽബിൽ വല്ല കൂട്ടുണ്ടോ? അപ്പൊ കൂട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ആ ദുബുറ് തന്നെ ചിന്തിക്കാൻ അതിന്റെ അർത്ഥം. ചിന്തിക്കാൻ മനുഷ്യനെ വിട്ടു തന്നിട്ടാണ് ഖുർആൻ. പക്ഷെ ഇവര് ലോകത്തിന് വിട്ടുകൊടുക്കുന്നത് തൽക്കാലം. ഞാൻ പറഞ്ഞല്ലോ 4000 അഭിപ്രായങ്ങൾ ലോകത്ത് പറഞ്ഞു. ഒരഭിപ്രായം കൂടി ഖുർആൻ കൊണ്ട് പറയുന്ന എന്താ ഇത് വിട്ടുകൊടുത്താല്? നിങ്ങൾ ഓരോ വചനത്തിനും ആയിരക്കണക്കിന് 10000കണക്കിന് അഭിപ്രായങ്ങൾ ഉലമാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിലൂടെ ഒരഭിപ്രായം കൂടി എന്താ നമുക്ക് പറയാൻ ഇവര് തന്നാല്? എന്താ തന്നാല്?
ഞാൻ പറഞ്ഞത് ഭൂമി കാളയുടെ കൊമ്പത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ബൈലാദിനെ പോലുള്ള ആളുകൾ. എന്നിട്ടെന്താ അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ടല്ലോ. നമ്മൾ ഇതിനെ യുക്തിഭദ്രമായി ഇത് മനുഷ്യന് ഉപകാരപ്രദമായ രൂപത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ എന്താ ഈ അസഹിഷ്ണുത? എന്താണ് ഈ അസഹിഷ്ണുത? ഈ സമൂഹത്തിന് അസഹിഷ്ണുക്കളാകാനുള്ള കാരണം എന്താണ്? പൊട്ടത്തരങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പൊട്ടത്തരങ്ങൾ ഈ ഖുർആന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനോടൊന്നുമില്ലാത്ത ഈ അസഹിഷ്ണുത എന്താ? ഈ ഖുർആനെ നമ്മൾ ഖുർആൻ കൊണ്ട് തന്നെ ലോകത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ, വിശദീകരിച്ചു കൊടുക്കുമ്പോൾ എന്തിനീ അസഹിഷ്ണുത എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇവർ അസഹിഷ്ണുത? ആ ഒരു അഭിപ്രായവും കടക്കട്ടെ എന്ന് സഹിഷ്ണുതയോടുകൂടി കാണല്ലേ വേണ്ടത്. ലോകത്തെ പൊട്ടത്തരങ്ങൾ എത്രയോ എഴുതി വെച്ചിട്ടുള്ളത്, 100,000 പൊട്ടത്തരങ്ങൾ. അതൊന്നും വരിക പ്രശ്നമില്ല, അതിനൊന്നും വരിക പ്രശ്നമില്ല. അവരുടെ പേരിലെത്തുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ബൈലാദ് എഴുതി വെച്ചിട്ടുണ്ട്, ആലമല്ല അസ്മാ കുല്ലഹ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. പൊട്ടക്കൈയില്, കയ്യില് പാത്രം തട്ടി ഇതൊക്കെ പഠിപ്പിച്ചു ആകെ ഒളിപ്പിച്ചിട്ട്. അതല്ല എന്ന് പറയാൻ നമുക്കൊരു അവകാശം എന്തുകൊണ്ട് തന്നുകൂടാ? എന്തുകൊണ്ട് തന്നുകൂടാന്നാണ് ചോദിച്ചത്. അപ്പൊ 100,000 പൊട്ടത്തരങ്ങൾ ഈ വചനത്തിന്റെ പേരിൽ ഇവരുടെ ഉലമാക്കൾ എഴുതി വെച്ചപ്പോഴൊന്നും കാണിക്കാത്ത ഈ അസഹിഷ്ണുതയും ഈ വെറുപ്പും ഈ വിദ്വേഷവും എന്തുകൊണ്ട് ഖുർആനെ നമ്മൾ ഒന്നും പറയുന്നില്ല? ഖുർആനിൽ ആ പദം മറ്റു സ്ഥലങ്ങളിൽ ഏതർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ അർത്ഥത്തിൽ ഈ ഖുർആനെ വ്യാഖ്യാനിക്കണം. ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏത് നമ്മൾ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇതായത് വജ്ഹ് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് ഇതാണ് വജ്ഹ്, അല്ലാതെ ഈ ഫിസിക്കൽ മുഖമല്ല. ദബ്ബറ യതദബ്ബറു മുതദബ്ബിർ അദ്ബാർ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന് ഈ ഖുർആന്റെ അത് ഉപയോഗിച്ച പദങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉദ്ധരിക്കുക, അവിടെയൊക്കെ ആസൂത്രണം ചെയ്യുക, പദ്ധതി തയ്യാറാക്കുക, ചിന്തിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. മൂട് എന്നതിന് അർത്ഥമല്ല, കണ്ടി എന്നതിന് അർത്ഥമല്ല എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാണ് ഈ അസഹിഷ്ണുത? ഇതാ ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആൻ എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല നിങ്ങളുടെ ഹൃദയത്തിൽ വല്ല പൂട്ടിട്ടിരിക്കുകയാണ്. പൂട്ടിടുക എന്ന് പറഞ്ഞാൽ അതെന്താ? അതും താക്കോലിട്ട് പൂട്ടിക്കണമെന്നാണ്. ഖുർആൻ നീ വായിച്ചാൽ ഖുർആനും അന്തിമമായ ആഖിറത്ത്, അന്തിമ വിജയത്തെക്കുറിച്ചും അന്തിമ രക്ഷയെക്കുറിച്ചും ഭയമില്ലാത്ത ആളുകളുടെയും നിന്റെയും ഇടയിൽ ഞാനൊരു മറയുണ്ടാക്കുമെന്ന് സൂറത്ത് ഇസ്രാ പറഞ്ഞു. അതിന്റെ അർത്ഥം ഒരു കർഷനിടുന്നാണോ? നമ്മൾ ഈ കാഫറിന്റെ ഇടയിൽ ഒരു കർഷനിടുന്നാണോ അതിന്റെ അർത്ഥം? എവിടെ കർഷൻ? അല്ലല്ലോ. അതൊക്കെ ആശയ തലത്തിലാണ്. അവർക്ക് ഈ സത്യം മനസ്സിലാവില്ല എന്നതിന്റെ അർത്ഥമുള്ളൂ. ഹിജാബം മസ്തൂറ. പക്ഷെ ഈ ഹിജാബ് മറിയമ്മിന്റെ അടുത്തെത്തിയപ്പോ എന്ത് ചെയ്തു? അപ്പോൾ ഈ ഹിജാബിന് ഓളും ഹിജാബിന്റെ ഉള്ളിൽ പോയിരുന്നു എന്നായി. വൈദാ കറയത്തിൽ ഖുർആൻ ആഖിറത്ത് ഹിജാബും മസ്തൂറാണ് ഖുർആൻ പറഞ്ഞു. നീ ഖുർആൻ വായിച്ചു കൊടുത്താൽ അള്ളാഹുവിനും മനുദിനത്തിലും വിശ്വാസമില്ലാത്ത ആളുകളുടെ ഇടയിൽ ഞാനൊരു ഹിജാബ് ഉണ്ടാക്കും, ഒരു മറയുണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു കർശനത്തിക്കാണ് ഇവർ പറയില്ല. നേരെ മറിച്ച് ഇതേ ഹിജാബ് മറിയമ്മിന്റെ അടുത്ത് എത്തിയപ്പോ മറിയം ഒരു കർട്ടന്റെ ഉള്ളിൽ പോയി ഇരുന്നു എന്നാക്കി. മറിയം ആൾക്കാരെ ഇടയിൽ നിന്നൊക്കെ പോയി ഒരു കർട്ടന്റെ ഉള്ളിൽ പോയിരുന്നു. അപ്പൊ മരക്ക് ജിബിലിയിൽ വന്ന് മറ്റു വേഗത്തിൽ വന്നു അനക്കൊരു കുട്ടിനെ തരാമെന്ന് പറഞ്ഞു. എന്താണ്? അപ്പൊ ആ ഹിജാബിന് ആ സമൂഹം ഉണ്ടാക്കിയ ഹിജാബിൽ നിന്ന് അവള് അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്കാ പോയത് എന്ന് പറയില്ല. അതാണ് മക്കാനും കസിയ, ഉന്നതമായ ഒരു സ്ഥാനത്തേക്കാണ് അവൾ പോയത്. അതാണ് കസിയ എന്ന് പറഞ്ഞാൽ അക്കസ എന്ന് പറഞ്ഞത്. അക്കസിന്നാണ് കസിയ എന്നുണ്ടായത്. അക്കസയിൽ നിന്നാണ് കസിയ എന്ന് പറഞ്ഞ ഉന്നതമായ സ്ഥാനത്തേക്കാണ്, അതായത് ദൈവികതയിലേക്കാണ് അവള് ഈ ജനങ്ങളുണ്ടാക്കിയ മറയിൽ നിന്ന്, വിശ്വാസപരമായ ആത്മീയമായ ഹിജാബിൽ നിന്ന് അവള് ദൈവികമായ ഉന്നതമായ സ്ഥാനത്തേക്കാ പോയത്. ഇവരതെന്ത് ചെയ്തു? ഒരു കർട്ടന്റെ ഉള്ളിൽ പോയി അവള് ഒരു റൂമിന്റെ ഉള്ളിൽ പോയിരുന്നപ്പോ മറ്റേ ആള് വന്നു അനക്ക് ഞാനൊരു കുട്ടിനെ തരാമെന്നിട്ടാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഇത് നമ്മൾ പറഞ്ഞു ഹിജാബ് അങ്ങനെ മനസ്സിലാക്കി. ആത്മീയമായ മറയാണത്, ഫിസിക്കലായ ഒരു കർട്ടനല്ലാതെ. ഈ സത്യം മനസ്സിലാക്കാതിരിക്കാനുള്ള ആത്മീയമായ ഹിജാബ് ഇതിന്റെ വിശദമായ വിവരണങ്ങൾ പിന്നെ പ്രസംഗത്തിന്റെ തീയതികൾ കിട്ടും. ഞാൻ സൂചനകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ഖുർആനിന്റെ ദാർശനികമായ തലത്തിൽ ഖുർആനെ ഒന്ന് വായിക്കണം. അപ്പോഴാണ് നമുക്ക് ഖുർആൻ എന്താണെന്ന് മനസ്സിലാവും.
അപ്പൊ അത് വാങ്ങി കേട്ടതുകൊണ്ട് 10-25 വർഷത്തേനും മടക്കിയാക്കിന്റെ നഷ്ടം വരില്ല. അത് അതിന്റെ ചെലവ് മാത്രമേ ആകുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വാങ്ങില്ല. ആളുകളുടെ ചെലവെടുക്കാൻ മതിയാണ്. ഈ ഖുർആൻ അതിന്റെ ദാർശനിക തലത്തിൽ മുഴുവൻ എന്താണ് ഖുർആൻ, എങ്ങനെ ഇത് വായിക്കണം. അപ്പൊ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണെന്ന്. ഇതൊക്കെ ശാരീരികമായിട്ട് ഖുർആനിനെ വ്യാഖ്യാനിച്ചു. വഴി എന്ന് പറഞ്ഞപ്പോ ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ വഴിയിൽ കൂടി നടക്കുന്ന ആളെ മാറ്റി, ആബിനി സബീൽ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കൂടി നടന്നു പോകുന്ന ആളെ മാറ്റി. അതൊക്കെ സബീൽ എന്ന് പറഞ്ഞാൽ ആശയപരമായ വഴിയാണ്, വൈജ്ഞാനികമായ വഴിയാണത്. അനുസരിയില്ല അള്ളാന്റെ വഴിയിൽ നിന്ന് അറിയാം. അതൊക്കെ ആശയപരമാണ്. സബീലുകൾ നോക്കി നമ്മളെ തിരൂരത്തെ വഴിയല്ല, കോഴിക്കോടങ്ങാടിന്റെ വഴിയല്ല, പാലക്കാടങ്ങാടിന്റെ വഴിയല്ല. ഇത് ആശയപരമായ വഴിയാണ്. ആബിദ് സബീൽ എന്ന് പറഞ്ഞാൽ ഇബ്രത്ത്. സ്വന്തം ഫീൽഡിൽ, സ്വന്തം വൈജ്ഞാനിക രംഗത്ത്, സ്വന്തം ആശയ രംഗത്ത് പ്രത്യേകമായ എക്സ്പേർട്ടായ ആളുകളുണ്ടാവും. അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തി അവർക്കത് പറയാം. വൈകുന്തും ജുനുബൻ ഫത്തഹറു ഇല്ല ആബിദി സബീൽ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ ആശയത്തിൽ നിന്ന് അകന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ആശയം കൊണ്ട് പരിശുദ്ധരാകണം. പക്ഷെ ആബിദി സബീൽ വേണമെന്നില്ല. കാരണം അതാണ് നീതിയെക്കുറിച്ച് പറയുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഈ കിതാബ് തന്നെ വേണമെന്നില്ല. നമ്മളെക്കാൾ നീതിബോധം, നമ്മളെക്കാൾ ധാർമ്മിക ചിന്ത, നമ്മളെക്കാൾ സത്യത്തെക്കുറിച്ച്, ശരിയെക്കുറിച്ച്, സഹജീവികളോടുള്ള കാരുണ്യത്തെക്കുറിച്ച്, അതാണ് സ്വന്തം ഫീൽഡിൽ എക്സ്പേർട്ടായ ആള്. അതാണ് ആബിദുൽ സബീൽ. അവന് എക്സെപ്റ്റ് ചെയ്തു, അവന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം അവന്റേതായ സബീൽ ഇബ്രത്ത് നേടിയ ആളാണ്. അതാണ് ഇന്നത്തെ രാജകീയ ഇബ്രത്ത്. അതാണ് ആബിർ, അല്ലാതെ വഴിമുറിച്ച് കിടക്കല്ല. അതാണ് ആബിർ എന്ന് പറഞ്ഞ. അതാണ് ഗുണപാഠമെടുത്തവൻ, എക്സ്പേർട്ടായ ആള്. ഏതിൽ? സബീലിൻ, സ്വന്തമായ വഴിയിൽ തന്നെ, സ്വന്തമായ മാർഗത്തിൽ തന്നെ നീതിയെക്കുറിച്ച്, ശരിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, സഹജീവികളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് അവർക്ക് അവരുടേതായ സ്വന്തം നിലക്ക് തന്നെ ഇബ്രത്ത് നേടിയ ആളുകളുണ്ടാവും. അവർക്ക് വേണമെങ്കിൽ ഈ വേദത്തെക്കുറിച്ച് പറയാം, അവർക്ക് വേണമെങ്കിൽ സലാത്തിനെ കുറിച്ച് പറയാം. അതാണ് പറഞ്ഞത്. അവർക്ക് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പിന്തുടരേണ്ടതിനെ കുറിച്ച് അവർക്ക് പറയാം. കാരണം അവരവരുടെ ഫീൽഡിൽ തന്നെ എക്സ്പേർട്ടായ ആളുകളാണ്. അവരെ അള്ളാഹു മാറ്റി നിർത്തി. അതാണ് ഖുർആൻ ഏത് മനുഷ്യനെയും വിലമതിക്കാണ്. അതാണ് ഇത് പടച്ചവന്റെ ഗ്രന്ഥം. ഒരു മനുഷ്യനെയും വെറുതെ വിടുന്നില്ല, എല്ലാവരെയും അംഗീകരിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവനെ മാറ്റി നിർത്തുന്നു. ഇതാണ് ഖുർആനിന്റെ മഹത്വം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാവും. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ മുകളിലത്തെ 71-ാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഈ വിഷയത്തിനെയും വീണ്ടും പോകും. അഫല യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി. ഇത് ദൈവത്തിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിതിൽ കണ്ടെത്താമായിരുന്നു. ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഭിന്നതകൾ നിങ്ങൾക്കിതിൽ കണ്ടെത്താമായിരുന്നു. പക്ഷേ ഇത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിൽ ഭിന്നത കണ്ടെത്താൻ കഴിയില്ല. സലാത്തിന് 12 അർത്ഥം കണ്ടെത്താൻ കഴിയില്ല. ഒരു സലാത്തിന് 12 അർത്ഥം, ഫതിഹിന് 32 അർത്ഥം, യദിന് 48 അർത്ഥം, ഇഖ്തിലാഫ് കണ്ടെത്തുന്നതിന്. പക്ഷേ ഇത് ഖുർആൻ കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഖ്തിലാഫ് കണ്ടെത്താൻ കഴിയില്ല. സലാത്ത് എന്താണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 12 അർത്ഥം ഇവർക്ക് സലാത്തിന്, ഫതിഹിന് 33 അർത്ഥം, തോന്നിയടുത്ത് തോന്നിയ അർത്ഥം. അതല്ല, നിങ്ങൾ ഇത് ദൈവത്തിൽ നിന്നല്ല, അള്ളാഹുവിൽ നിന്നല്ല ഈ ഖുർആനെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഭിന്നത കണ്ടെത്താം. ഭിന്നത കണ്ടെത്തും. ഭിന്നതയുടെ ഏത് പ്രശ്നത്തിലാ ഭിന്നത ഇല്ലാത്ത? ഒരു കരി വെക്കുന്നതിൽ 32 അഭിപ്രായം. അപ്പൊ തന്നെ അത് ദൈവികല്ലാന്ന് ഉറപ്പല്ലേ? ദൈവികല്ല. എക്തിലാഫുണ്ടെങ്കിൽ അത് ദൈവികല്ല. ഒരു ഓലുണ്ടാക്കുന്നതിൽ 33 അർത്ഥം. കൈ തോണ്ടണം മുഴുവൻ വേണോ വേണ്ടേ? കൈ കെട്ടണം, നെഞ്ഞത്ത് കെട്ടണം, പള്ളമ്മ കെട്ടണം, പള്ളയുടെ താഴെ കെട്ടണം, പുക്കൽമ കെട്ടണം, കെട്ടണം. ഇതൊക്കെ അഭിപ്രായം. അതാണ് ദൈവത്തിൽ നിന്നല്ല എങ്കിൽ മറ്റൊരു ആദ്യം നബിയുടെ കാലത്തെ നീതി, അവസാനത്തെ മനുഷ്യൻ വരുന്ന കാലത്തെ നീതി ഒന്നെ വ്യത്യാസമില്ലല്ലോ. അമേരിക്കക്കാരനൊരു നീതി, സൗദിക്കൊരു നീതി, ഇന്ത്യക്കാരനൊരു നീതിയില്ല. നീതിക്ക് മാറ്റം, ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റം വരും. സുന്നിയുടെ ആചാരമല്ല മുജാഹിദിന്, മുജാഹിദിന്റെ ആചാരമല്ല ജമാഅത്തിന്, ഇന്ത്യക്കാരന്റെ ആചാരമല്ല പാകിസ്ഥാനിയാണ്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആചാരമല്ല ഈ നൂറ്റാണ്ടില്. പക്ഷെ ഖുർആൻ പറയുന്ന മൗലികതയ്ക്കും മാറ്റമില്ല, അതിൽ ഭിന്നതയില്ല. ഏത് സമൂഹത്തിലാണ് ഭിന്നത? ശരിയെക്കുറിച്ച് എവിടെ ഭിന്നത?
സത്യത്തെക്കുറിച്ച് എവിടെ ഭിന്നത? നീതിയെക്കുറിച്ച് എവിടെ ഭിന്നത? അത് ആധുനിക കാലത്തും അവസാനം വരുന്ന മനുഷ്യനും നീതിയെക്കുറിച്ച് ഒന്നാ. ഏതാ നീതി എന്ന്? പിന്നെ ഇവൻ സ്വാർത്ഥമായിട്ട് ഇവനനുസരിച്ച് വ്യാഖ്യാനിക്കുക, അതാണ് അനീതി. ഒരു കേസിൽ തനിക്ക് അനുകൂലമായി അതിനെ മാറ്റുമ്പോൾ അനീതിയാ, അത് നീതിയല്ല. മൂന്നാമൻ പറയണം അതിലേതാ ശരിയെന്ന്. അത് ഇന്ത്യയിലാണെങ്കിലും അത് ഏത് രാജ്യത്താണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും അള്ളാഹു പറയുന്ന മൗലിക തത്വങ്ങൾക്ക് മാറ്റമില്ല. അതാണ് മാറ്റമില്ലാത്ത, ഭിന്നതകളില്ലാത്ത ഏകത് ഒന്ന് ദൈവികമായ ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വേറെ പുറത്താണ് സംഗീതത്തിന് അവിടെ വേറെ അതൊന്നും നമ്മുടെ സംസാരിക്കും. ഞാൻ സംസാരിക്കാനാണെങ്കിൽ ഖുർആനോട് സംസാരിക്കാനാണെങ്കിൽ ഖുർആനിൽ ഈ പദം എന്തിനൊക്കെ ഉപയോഗിച്ചു? ഖുർആനിൽ ഈ പദം ഇപ്പൊ ഹബിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കിയാൽ കയറുന്ന കിട്ടും. പക്ഷെ ഖുർആനിൽ ഈ പദം എന്തിനാ ഉപയോഗിച്ചത്? ഇതാ എന്റെ ചോദ്യം. അപ്പൊ ശരിവ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനാണ് പിന്നെ ഡിക്ഷണറി നോക്കിയാൽ കിട്ടും. പക്ഷെ ഖുർആനിൽ ഉശിരി കൂട്ടി കുലൂട്ടിക്കുമ്പോഴേക്കില്ല കൽപ്പിനിക്കാണ് കുടി. ഖുർആൻ പറഞ്ഞു വഹുശിരിബു, അവർക്ക് കുടിപ്പിക്കപ്പെട്ടു ഈ കുലൂബി. അപ്പൊ മനസ്സിലേക്കുള്ള കുടി എന്താണ്? ജ്ഞാനത്തിന്റെ അനുസൃതാണത്. വിജ്ഞാനത്തിന്റെ ഉൾക്കൊള്ളലും മനസ്സിലാക്കലുമാണത്. വിശ്വാസത്തിന്റെയോ വിജ്ഞാനത്തിന്റെയോ ഉൾക്കൊള്ളലാണ് ശരിവ. വഹുശിരിബു ഈ കുലൂബിഹിമുൽ ഇജ്ല. മറവ് എന്ന് പറഞ്ഞാൽ രോഗാണ്. പക്ഷെ ഖുർആൻ പറയുന്ന മറവോ ഈ കുലൂബിഹിം മറവ്. അപ്പൊ നിങ്ങൾ ഡിക്ഷണറി വെച്ചിട്ട് അല്ല എന്നോട് സംസാരിക്കേണ്ടത് ഖുർആൻ വെച്ചിട്ട്. ഖുർആനിന്റെ വിധാനം എന്ന് പറഞ്ഞാൽ നല്ല റജലായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല തന്റേടവും ധൈര്യവും പക്വതയും വന്ന ആണുങ്ങൾക്കാണ്. അതിൽ ആണും പെണ്ണും വരും, അവർക്കാണ് റജൽ എന്ന് പറയാം. അങ്ങനെ റജലായാലാണ് ദൂരനായിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 16ഉം 17ഉം വയസ്സായ കുണ്ടന്മാരല്ല. ഈ കുണ്ടന്മാരെത്തിട്ടാണ് ഈ സെറോമിക്ക് പോവുക. നല്ല റജലിലെത്തിക്കല്ല. അവിടെ അർത്ഥം ദുര്യാഖ്യാനം ചെയ്ത് നിങ്ങൾ ഇന്നോട് രക്ഷപ്പെട്ടിട്ടുള്ള കാര്യം അർത്ഥം ദുര്യാഖ്യാനം ചെയ്തിട്ടാണ്. അവര് ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കൻ, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഷിർക്കിന. ഇവരുടെ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യഭിചാരത്തിനാ ഇവര് ഫാഹിഷത്ത് എന്ന് പറയാം. പക്ഷെ ഖുർആൻ പറയുന്ന ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഷിർക്കൻ പ്രവർത്തനങ്ങൾക്കാണ് ഫാഹിഷത്ത് എന്ന് പറയാം. അത് എവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിരവധി വചനങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വൈകാ പാലു ഫാഹിഷത്തിന് അവർ വല്ല ഫാഹിഷത്തും ചെയ്താൽ ആരും അവർ പറയും ഭഗതിനാലെ ഞങ്ങളെ വാപ്പാരത് ചെയ്യുന്ന കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ട് ഏതെങ്കിലും വാപ്പാരെ ലൈംഗികമായിട്ട് മക്കളെ വിളിക്കുക, മക്കളെ കണ്ടോടുന്ന ചെയ്യലുണ്ടോ? വ്യഭിചാരം ചെയ്യലുണ്ടോ? അങ്ങനെ നിരവധി വചനങ്ങൾ ഞാൻ ഓടിത്തരാം. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്താണ്? ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ട് എല്ലാം ഞാൻ നിരവധി വചനങ്ങൾ കൊണ്ട് ഞാൻ ഗവേഷിക്കാൻ തരാം. ഇത് ഒരൊറ്റ വചനം ഇതന്നെ. 7 വചനങ്ങൾ കൊണ്ട് ഞാൻ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരമല്ലാന്ന് പറഞ്ഞുതരാം. ഇസ്ലാമികവുമായ വിരുദ്ധമായ പ്രവർത്തനങ്ങളും ശിർക്കൻ പ്രവർത്തനങ്ങൾക്കുമാണ് ഫാഹിഷത്ത് എന്ന് പറയാം. അതിന് ഒരു ഉദാഹരണം ഏതാണ്? വൈദാ ഫഅലു ഫാഹിഷത്തൻ, അവർ ഫാഹിഷത്ത് വല്ലതും ചെയ്താൽ, അതായത് ഇസ്ലാമികമായ വിരുദ്ധ പ്രവർത്തനങ്ങളോ ശിർക്കൻ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അതിന് പറഞ്ഞിട്ട് ന്യായമല്ല. ഞങ്ങളുടെ പിതാക്കൾ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഇതാണ് ഞങ്ങൾ കണ്ടു വളർന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ. അല്ലാതെ വ്യഭിചാരം ഏതെങ്കിലും പിതാവ് ലോക ചരിത്രത്തിൽ എത്ര ക്രൂരനാണെങ്കിലും മക്കളെ വിളിച്ചിട്ട് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഏതെങ്കിലും ഒറ്റ സംഭവങ്ങളിൽ ഉണ്ടാവുന്നല്ലാതെ ഞങ്ങളുടെ റോൾ മോഡൽ, ഇതിനുള്ള റോൾ മോഡൽ ഞങ്ങളുടെ വാപ്പാരാണ്. അതാണ് ആഭാവം. റോൾ മോഡൽ ഞങ്ങൾക്ക് ഇതിന്റെ റോൾ മോഡൽ ഞങ്ങളുടെ വാപ്പാരാണ് എന്ന് പറയണമെങ്കിൽ ഇതല്ല. അപ്പൊ ഖുർആൻ കൊണ്ട് സംസാരിക്കാനാണെങ്കിൽ ഇതിനെ വിളിക്കലേവ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രാവിലെ 11:30 തുടങ്ങിയതാണ്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയേണ്ട വല്ല സംഗതികളുണ്ട്. ഈ ഖുർആനികമായി അറിയുന്നുണ്ട് നമുക്ക് സംസാരിക്കും. ഖുർആനില്ല അത് ഞാൻ പറഞ്ഞ ആദനബിയുടെ വസ്ത്രം ഒഴിഞ്ഞു കൊണ്ടുപോയി. അതുപോലെ നിങ്ങൾ സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ആദനബി ഹൗദിനെ നിൽക്കുമ്പോൾ എന്റെ തുണി ഒഴിഞ്ഞു കൊണ്ടുപോയി എന്നല്ല. അവരുടെ സംസ്കാരവും ധാർമ്മിക ബോധവും അവരുടെ സദാചാര ബോധവും വൈശാഖിക ചിന്ത കൊണ്ട് നഷ്ടപ്പെട്ടു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവർ സമൂഹത്തിൽ എഴുതിയതായി, അവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് പാന്റ് മുറിച്ചിരിക്കണം എന്നല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നീട് ശൈതാൻ നിങ്ങളെ തുണിയിക്കൊണ്ടു പോകും, അതുകൊണ്ട് പാന്റ് നല്ല വെച്ചിട്ട് മുറിച്ചിക്കോളി എന്നല്ലാത്ത വൈശാഖിക ചിന്ത നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, തെറ്റ് ചെയ്യാതിരിക്കട്ടെ, അത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ വിവാഹങ്ങളും ഈ വസ്ത്രം നഷ്ടപ്പെട്ടാലും അത് എന്റെ അജണ്ടയല്ലാതെ അത് നിങ്ങൾ വെച്ചോളെ. അങ്ങനത്തെ അർത്ഥം തന്നെയല്ല ഇവിടെ 100,000 എന്നതുപോലെ എനിക്ക് ഖുർആനിന്റെ സന്ദർഭം എന്ന് പറയുന്നത് അതിന്റെ മുകളും താഴെയുമാണ്. അപ്പൊ അടിക്കുക എന്ന് പറയണമെങ്കിൽ ആ അടിക്കുക എന്ന് പറയുന്നതിന് അത് പദം എവിടെയാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് നോക്കിയിട്ടാണ് ആ അടിക്ക് എന്താണ് അർത്ഥമുള്ളത്.
ഉള്ളിയും മുട്ടയും ഞാൻ കൂട്ടി അടിച്ചു എന്നുള്ള കലർത്തി എന്നാണ് ഇതിനർത്ഥം. മനസ്സിലായോ? അടിക്ക് പല അർത്ഥമുണ്ട്. ഒരടിയെന്ന പക്ഷെ ആ വചനത്തിന്റെ അർത്ഥം കാണേണ്ടത് എവിടെയാണ്? ഞാൻ എന്റെ പറഞ്ഞ ആ കോണ്ടക്സ്റ്റിനാണ്. അതാണ് കോണ്ടക്സ്റ്റ്, അതാണ് സന്ദർഭം. ആ സംസാരിച്ച് പോരുന്ന ആ സന്ദർഭം ആ ആയത്തിന്, അല്ലാതെ ഒരായത്തിറക്കുക, ആ ആയത്തിനെ ഉണ്ടാക്കിക്കൊണ്ടല്ല, പിന്നെ ഒരായത്തിനെ ഉണ്ടാക്കിക്കൊണ്ടല്ല, ഒരായത്തിനെ സമർക്കണ്ടിലേക്ക് കൊണ്ടല്ല. അല്ലെങ്കിൽ ആയിഷ അങ്ങനെ ഒളിഞ്ഞിങ്ങനെ കുത്തിരിക്കുന്നു, മൈമൂനാനോട് എന്നോ പറഞ്ഞു. അപ്പൊ സൂറത്ത് തഹരീം ഇറക്കിയെന്നല്ലേ. അവിടെ മൈമൂനിയില്ല, ആയിട്ടില്ല, ഓരോ തേങ്ങൂരിയില്ല, മറ്റേ ഗഡിപ്പോയി കടക്കലില്ല, ഓരോ സ്വഭാവം പത്തില്ല. അവരുടെ വിഷയം തന്നെ വേറെ, അവരുടെ വിഷയം തന്നെ വേറെയാണ്. യാതൊരു ഹരിമുമാഹെല്ലാം പറയുന്ന വിഷയം തന്നെ വേറെയാണ്. തേങ്കുടിയില്ല, അവിടെ ആയിഷയില്ല, ഹജ്ജിയില്ല, ഓരോ അലച്ചില്ല. അവരുടെ വിഷയം തന്നെ വേറെയാണ്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ ഫർജിന് നിങ്ങൾക്ക് ഉദ്യോഗസ്ഥാനെന്ന് വെച്ചോ, ഫർജിൽ കൂടി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഫർജിൽ കൂടി എന്ന് മനസ്സിലാക്കുന്നവർ മനസ്സിലായിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഫർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണന് നോക്കിയാൽ ഉദ്യോഗസ്ഥാനം എന്നാണ്. ഫർജ് മുഖ്യസ്ഥാനം കൃഷ്ണന് നോക്കിയാൽ നമഹാന്ന ഊരിയും കാണും. അള്ളാഹു ഫർജിൽ കൂടി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഖുർആൻ കൊണ്ട് ഫർജ് എന്നല്ല ദൗർബല്യാണ്. ഉലകത്തിൽ ദയ്യെന്ന ആകാശത്തെ ഞാൻ അലങ്കരിച്ചു. ഒമാലഹാമിൻ പുറൂഷ്, അതിലൊരു ന്യൂനതയോ ഒരു ബലഹീനതയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതാണ് മനുഷ്യന്റെ വീക്ക്നെസ്സാണ് സംരക്ഷിക്കേണ്ടത്. ആ വീക്ക്നെസ്സിൽ നിന്നാണ് ഇവൻ സംരക്ഷിതനാകേണ്ടത്. അവന്റെ വിശ്വാസപരമോ വൈജ്ഞാനികമായ ദൗർബല്യങ്ങളാണ്. അത് ആണിനുണ്ട് പെണ്ണിനുണ്ട് പുറൂഷ്. വലിയ പുറൂജഹെന്ന് പറഞ്ഞു. ആണിനുണ്ട് വലിയ പുറൂജഹുന്നാണ്, പെണ്ണിനുണ്ട് പുറൂജ്. രണ്ടു കൂട്ടർക്കും വിശ്വാസമോ വൈജ്ഞാനികമായ ദൗർബല്യം ജീവിതത്തിൽ വരാം. അതിൽ നിന്ന് അവർ സംരക്ഷിതരാകണം. ആ സംരക്ഷിതരായപ്പോഴാണ് ദൈവികമായ ഈ ജ്ഞാനം, ഈ റൂഹിനെ അവളിലേക്ക് സന്നിവേശിക്കുന്നത്, അവളിലേക്ക് നടപ്പിലാക്കിയത്. അപ്പോഴാണ് ശ്രദ്ധക്കെടുത്ത് കെലിമാത്രത്തിഹ ഒത്തുബിഹി, ദൈവത്തിന്റെ വചനങ്ങളും അവരുടെ നിയമങ്ങളും അവർ ശരിവെച്ചു. എപ്പോൾ ഈ റൂഹ്, ഈ ജ്ഞാനം കിട്ടിയപ്പോൾ, ദൈവികമായ ഈ ചേതന അവൾക്ക് കിട്ടിയപ്പോൾ ഇത് ശരിയാണെന്ന് അവൾ അംഗീകരിച്ചു. അല്ലെങ്കിൽ ഇവര് പറയുന്ന റൂഹാണെങ്കിൽ അവൾക്ക് പള്ളയിലുണ്ടായി വെച്ചു എന്നല്ലേ പറയാം. ശ്രദ്ധക്കെടുത്ത് കെലിമാത്ര റബ്ബിഹാവ കുത്തുബിഹിന്ന പറയാം. അവളുടെ ദൈവത്തിന്റെ കിതാബും അവന്റെ വചനങ്ങളും അവൾ ശരിവെച്ചു എന്ന് പറയുമ്പോൾ ഈ റൂഹ് അത് ശരിവെക്കാൻ പറ്റുന്ന എന്തോ ഒന്നാണ്. അതാണ് ദൈവികമായ ചേതന. ആ ദൈവികമായ അവൾ പരിശുദ്ധയും തന്റെ വിശ്വാസപരമായ എല്ലാ വൈകല്യങ്ങളിൽ നിന്നും അവൾ സംരക്ഷിതയായി ജീവിച്ചപ്പോൾ ദൈവികമായ റൂഹ് ഔഹനായിലേക്ക് റൂഹം എന്നില്ല, എന്നിൽ നിന്നുള്ള റൂഹാണ് വഴി തന്നത്. ആ റൂഹാണ് മറിയമിലേക്ക് കൊടുത്തത്. ദൈവികമായ സേവന അവർക്ക് കൊടുത്തപ്പോൾ ഇത് ദൈവത്തിന്റെ വചനങ്ങളാണ്, ഇത് സത്യമാണ്, ഇത് ശരിയാണ്, ഇത് അംഗീകരിക്കേണ്ടത് തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.